ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത് ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുനി ഐക്കാട്ട്. ഏതാണ്ട് തൻ്റെ 23-ാമത്തെ വയസ്സ് മുതൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ഒരു പ്രയർ സെൻ്റർ ഉണ്ട്. എല്ലാ മാസവും 3 ദിവസം ഇവിടെ വന്ന് താമസിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. താമസം, ഭക്ഷണം എല്ലാം സൗജന്യമാണ്. അപ്പോൾ ഈ ഇവിടുത്തെ മീറ്റിങ്ങിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അനവധി ആളുകൾ ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പരിശുദ്ധാത്മ പകർച്ച, അതായത് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ഒരു വിഷയമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കടന്നു വരുന്ന ആളുകൾക്ക് പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നു. രോഗികളായിട്ടുള്ളവർ, ഭൂതങ്ങൾ ബാധിച്ചവർ, സാമ്പത്തിക കടബാധ്യതകൾ ഭാരപ്പെടുന്നവർ, ഇങ്ങനെ നാനാവിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ കടന്നു വരികയും ഇവിടെ 3 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും വിടുതൽ പ്രാപിച്ചുകൊണ്ട് അവർ കടന്നു പോകുന്നു. അപ്പോൾ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ലഭിക്കാത്തവർ, മറ്റെന്തെങ്കിലും ഭാരത്താൽ ആയിരിക്കുന്നവർ, പൈശാചിക ബന്ധനത്താൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ മാസത്തിൽ 3 ദിവസം ഇവിടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ സ്ഥലം തിരുവല്ലായിൽ നിന്ന് വരുന്നവർക്ക് തിരുവല്ലായിൽ നിന്ന് നെല്ലിക്കമൺ വഴിയുള്ള റാന്നിക്കുള്ള ബസ് കയറിയാൽ ഇവിടെ ഊട്ടുപാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. അല്ലെങ്കിൽ റാന്നിയിൽ നിന്ന് വളരെയധികം ദൂരമില്ല. ഈ കർത്താവ് ദാസിൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. അതിലുപരിയായി നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇതൊരു നല്ലൊരു അവസരമാണ്. പ്രത്യേകിച്ച് കാശുമുടക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഒക്കെ ഇവിടെ വന്ന് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം നമുക്കിന്ന് കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. താൻ കടബാധിതയിലായി ദേശത്ത് നിൽക്കാൻ സാഹചര്യമില്ലാതെ നാട് വിട്ടു പോകാനായിട്ടിരുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയും ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ശക്തമായി തിരിച്ചറിയുകയും പരിശുദ്ധാത്മ അഭിഷക്തനായി താൻ സുവിശേഷ വേല ചെയ്യുന്നു. തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം കർത്താവ് വിടുവിച്ച അത്ഭുതകരമായ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം നിങ്ങൾ തീർച്ചയായും കേൾക്കുകയും നിങ്ങൾ കഴിയുന്നിടത്തോളം ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ, മീറ്റിംഗ് സെൻ്ററുകളൊക്കെ കടന്നു വന്ന് വിടുതൽ ഉറായിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ പാസ്റ്ററെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വലിയ പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗോസ്പൽ TV എന്ന മീഡിയയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവെക്കാനായിട്ട് കർത്താവ് അവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചുകൊണ്ട് IPC റാന്നി ശാലേം സഭയുടെ മെമ്പറായിട്ട് ഒരു 30ഓളം വർഷങ്ങളായിട്ടായിരിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോൾ പണിത്. പാസ്റ്ററുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് സുനി ഐക്കാട് എന്നാണ്. സുനി ഐക്കാട്. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് സ്ഥലത്താണ്? ഇവിടെ റാന്നി, പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ നെല്ലിക്കമൺ എന്ന് പറയുന്ന സ്ഥലമായി. ഓക്കെ. പാസ്റ്ററുടെ വിദ്യാഭ്യാസമൊക്കെ ഏത് സ്കൂൾ കോളേജുമായി ബന്ധപ്പെട്ടായിരുന്നു? ഞാൻ 10ാം ക്ലാസ് വരെ റാന്നി MS ഹൈസ്കൂളിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രിക്ക് ഇവിടെ റാന്നി പ്രൈവറ്റ് ആയിട്ടൊരു കോളേജിൽ പഠിച്ചു. ഓക്കെ. പാസ്റ്ററുടെ ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? മാതാപിതാക്കൾ എന്ത് ജോലി ചെയ്യുകയായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ ഇവിടെ യാക്കോബായ കനാനെ പള്ളിയിലാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ
ക്രിസ്ത്യ കുടുംബത്തിൽ തന്നെ ജനിച്ചത്. പക്ഷേ എൻ്റെ ഫാദറും മദറും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഫാദർ 52-ാമത്തെ വയസ്സിൽ മരിച്ച്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ശാലയം സഭയുമായിട്ട് IPCയുടെ ശാലയം സഭയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൂട്ടായ്മയ്ക്ക് പോയി തുടങ്ങി. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും പാസ്റ്ററാണ്. അദ്ദേഹം മൂവാറ്റുപുഴ IPC ചർച്ചിൻ്റെ പാസ്റ്റർ. ഓക്കെ, ഒരു യാക്കോബായ കുടുംബത്തിൽ ഒരു കനനായ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പാസ്റ്റർ പിന്നീട് എങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ്? എൻ്റെ ഫാദർ നല്ലൊരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം 52-ാമത്തെ വയസ്സിൽ മദ്യപാനത്തിൻ്റെ ദുരന്തം നിമിത്തം മരണപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വളരെ കുറവാണ്. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അത്യാവശ്യം അടിസ്ഥാന വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ജോലി അന്വേഷിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി അന്വേഷിച്ച് ബാംഗ്ലൂരിൽ പോയി. അവിടെ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ കസ്റ്റംസ് ഇൻസ്പെക്ടർമാരായിട്ടൊക്കെ ഉണ്ട്. അവരൊക്കെ മരണപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളൊക്കെ. അച്ഛൻ്റെ മദ്യപാനത്തെ കുറിച്ചൊന്ന് പറയാമോ? അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അച്ഛൻ്റെ മദ്യപാന നിമിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 18 ഏക്കർ സ്ഥലം വല്യപ്പച്ചനുണ്ടായിരുന്നു ഇവിടെ. ആ സ്ഥലം ഞങ്ങൾക്ക് ഭാഗോടുംപിടി ചെയ്തപ്പോൾ എൻ്റെ അപ്പന് അതിൽ നല്ലൊരു ശതമാനം സ്ഥലം കിട്ടിയതാണ്. പക്ഷേങ്കിൽ മദ്യപിച്ച് ഇവിടെ വലിയ ബഹളവും വഴക്കുമൊക്കെ ആയിട്ട് ഇവിടെ എൻ്റെ മാതാവിനെയും ഞങ്ങളൊക്കെ വളരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വസ്തുക്കൾ വിറ്റാന്ന് വെച്ചാൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് പ്രത്യേകം ജോലി ഇല്ലാത്തതുകൊണ്ട് മദ്യപിക്കാൻ വേണ്ടി സ്ഥലങ്ങൾ വിറ്റ് ഏകദേശം വീടിൻ്റെ സൈഡ് വരെയൊക്കെ അങ്ങ് വിറ്റ് കളഞ്ഞു. അല്പം സ്ഥലം മാത്രം ശേഷിപ്പിച്ച് ബാക്കിയൊക്കെ വിറ്റുപോയി. നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? എനിക്ക് 3 സഹോദരന്മാർ. എനിക്ക് മൊത്തത്തിൽ 2 സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട്. ഓക്കെ, ഈ പിതാവിൻ്റെ മദ്യപാനം മൂലം വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, കുടുംബത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതെ, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ ഈ 1995 എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയതിന് ശേഷം മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ആങ്ങളമാർ കസ്റ്റംസ് ഇൻസ്പെക്ടർമാരായിട്ട് അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊക്കെ സർവീസ്, അവരും മദ്യപാനികളായിരുന്നു. അവരൊക്കെ മദ്യപിച്ച് തന്നെ മരണപ്പെട്ടു പോയി. അവരുടെ മക്കൾക്ക് അതുകൊണ്ട് കസ്റ്റംസിലൊക്കെ ജോലി കിട്ടി. അങ്ങനെ അവരവിടെ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ജോലിക്കാരായതുകൊണ്ട് അവിടെ ചെന്നാൽ ജോലി കിട്ടുമെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ 95 അവിടെ ചെന്ന ബാംഗ്ലൂരിൽ. അവിടെ വെച്ചാണ് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ. പാസ്റ്റർ മദ്യപിക്കുമായിരുന്നോ ചെറുപ്പത്തിൽ? ഞാൻ മദ്യപിക്കുകയോ പോകലിക്കോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അപ്പൻ്റെ ഈ അവസ്ഥ കണ്ട് നമുക്കൊരു ഭയം ഉണ്ടായിട്ട് അതിൽ നിന്ന് മാറി. അങ്ങനെ ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷമാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതിനൊരു പശ്ചാത്തലം എന്താണ്, ഒരു മുഖാന്തരം? ഞാൻ അവിടെ ചെന്ന് വലിയ പ്രതീക്ഷയോടെ ഈ അമ്മയുടെ ആങ്ങളമാരുടെ മക്കളൊക്കെ നല്ല നിലയിലൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെ സഹായത്താൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ഓർത്താൻ 95 അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോഡാറ്റ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇവിടെ ഗവൺമെൻറ് ജോലി ഒന്നും കിട്ടത്തില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ചെറിയ ഈ ഹെൽപ്പർ പണിക്കൊക്കെ പോയി. പക്ഷേ ആ പണികളൊന്നും മെച്ചപ്പെടാതെ നല്ലൊരു ജോലി ലഭിക്കാതിരിക്കുന്ന സമയത്തായി പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഇപ്പോൾ എവിടെ ചെന്നാലും ഉണ്ടല്ലോ, നമ്മുടെ ദൈവദാസന്മാർ, സുവിശേഷം അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുമായിട്ട് പരിചയപ്പെട്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞ് കർത്താവ് യേശുവിനെ രക്ഷയായിട്ട് സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്നാനം സ്വീകരിച്ച് പാപമോചനമൊക്കെ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ കർത്താവ് യേശു മതിയായവനാണ് എന്നൊക്കെയുള്ള സുവിശേഷം എന്നെ അറിയിച്ചു. പക്ഷേ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു, ഞങ്ങളൊരു അടിസ്ഥാനപരമായിട്ടൊരു നല്ല യാക്കോബായ കനാന പശ്ചാത്തലത്തിൽ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, അതായത് മാമോദീസ അതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചവരാണ്, ഇനി ഒരു പ്രത്യേക സ്നാനത്തിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആദ്യമൊക്കെ ഇത് തള്ളിക്കളഞ്ഞ്. പക്ഷെ പിന്നത്തേതിൽ സത്യത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവരൊക്കെ പറയുന്ന പലരും ഒരുപോലെ പറയുമ്പോൾ ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരിക്കലെ ഒരു ദൈവാസനോട് പറഞ്ഞ് എന്നെ അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാനൊരു സഭയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സ്നാനപ്പെട്ട് 5 വർഷത്തോളം ആ കൂട്ടായ്മയിൽ JC നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ബാംഗ്ലൂരിൽ കൂട്ടായ്മയ്ക്ക് പോകാനായിട്ടിടയായി. അതിനുശേഷം 5 വർഷത്തിന് ശേഷം എനിക്ക് ഈ പെന്തക്കോസ്ത് വിശ്വാസം കുറഞ്ഞു വന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ഈ 5 വർഷത്തോളം ആത്മാർത്ഥമായിട്ട് അവിടെ പോയി പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും അവർ തിരുമേശയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ തിരുമേശ എടുക്കുകയും ആത്മാർത്ഥമായിട്ട് എന്നെ കഴിയുന്ന പോലെ കിട്ടുന്ന നന്മയ്ക്കനുസരിച്ച് ദശാംശം കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ ഒരു 5 വർഷത്തോളം തുടർച്ചയായിട്ട് പോയിട്ടും ഞാൻ ചിന്തിച്ചിരുന്നത് ഇസ്രായേൽ മക്കളെ മരുഭൂമി കൂടെ നടത്തിയ ദൈവം എന്നെയും വളരെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ച് ഭൗതികമായിട്ടും ഒക്കെ അനുഗ്രഹിക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടും ഒരു ദൈവിക അനുഗ്രഹം ആ നിലവിലൊന്നും എനിക്ക് ലഭ്യമാകാതെ വന്നപ്പോൾ ഞാൻ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇനി ഇവർ പറയുന്ന ദൈവം മരിച്ചുപോയോ, അതോ ഞാനിനി എന്തെങ്കിലും ക്രമീകരണം കൂടെ ഇനി എൻ്റെ ജീവിതത്തിൽ വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ളൊരു വലിയ സംശയം എൻ്റെ അകത്ത് കയറി. കാരണം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ
അവർ പറയും ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തി അവിടെ ഇറച്ചിക്കടയോ ജൗളിക്കടയോ തട്ടുകടയോ ഒന്നും ഇല്ലായിരിക്കുന്നിടത്ത് 40 വർഷം 6 ലക്ഷം കുടുംബങ്ങളെ ദൈവം അവിടെ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നത്? എന്നെ എന്താ കർത്താവ് അനുഗ്രഹിക്കാത്ത എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസമെല്ലാം കുറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ 2000 കേരളത്തിൽ ഇങ്ങനെ നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്നുള്ള രീതിയിൽ ഇവിടെ കടന്നു വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ പഴയ കൂട്ടുകാരും ഒക്കെ കൂടി ഇതുവഴി പന്തുകളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചാൾ നടക്കുകയായിരുന്നു. അങ്ങനെ 2001 ആയപ്പോൾ എനിക്കും തോന്നി, അന്ന് എനിക്കൊരു 22 വയസ്സായി, അപ്പോൾ കല്യാണമൊക്കെ കഴിക്കണമല്ലോ, എന്തെങ്കിലും ഒരു ജോലിയോ ഒരു വരുമാനത്തിനൊരു മാർഗം വേണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അന്ന് മൂത്ത ജ്യേഷ്ഠനൊരു ഓട്ടോറിക്ഷ ഓടിച്ച വീട്ടിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെങ്ങളെ കെട്ടിച്ചു വിട്ടു. പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠനൊരു ദൈവവിളി ഉണ്ടായിട്ട് അദ്ദേഹം അന്ന് കുമ്പനാട് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും വിചാരിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമല്ലോ, കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണമല്ലോ എന്ന് കരുതി ചിന്തിക്കുമ്പോൾ ജോലിക്ക് സാധ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചെറിയ ബിസിനസ് തുടങ്ങി. എൻ്റെ വീടിനടുത്തായിട്ട് തന്നെ ചെറിയൊരു കട. അങ്ങനെ ഈ കപ്പയും ചേനയും ചേമ്പും ഒക്കെ കർഷകരുടെ നിന്ന് മേടിച്ച് ചെറിയൊരു കടയെ വെച്ച് വിൽക്കുകയായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പലർക്കും സ്റ്റേഷനറിയും ബേക്കറിയും ഒക്കെ ആയിട്ട് അത് കുറച്ച് വിപുലപ്പെടുത്തി. പിന്നെ കുറച്ച് കടമൊക്കെ ആൾക്കാരിൽ നിന്ന് മേടിച്ച്. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ കാലം, അന്ന് ഉമ്മൻചാണ്ടി ഈ TV കൂടെ ഒരു കാര്യം പറഞ്ഞു, അതിവേഗം ബഹുദൂരം എന്നൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ഹോൾസെയിൽ രംഗത്തോട്ട് പോയാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൻ മദ്യപിച്ച് വിറ്റ് കളഞ്ഞ സ്ഥലങ്ങളൊക്കെ തിരിച്ച് മേടിക്കണം, നല്ലൊരു ജീവിതം ബിസിനസ്സിൽ കൂടെ ചെയ്തെടുക്കണമെന്നൊക്കെ ഓർത്ത് ഞാൻ ഈ ബിസിനസ്സിൻ്റെ ടെക്നിക്കൊക്കെ പഠിച്ച് ഹോൾസെയിൽ രംഗത്തോട്ട് ഇറങ്ങി. അതായത് ഈ കാപ്പിപ്പൊടി, തേയില, മല്ലിപ്പൊടി, മുളക് പൊടി, അതിൻ്റെ ഏജൻസി ആയിരുന്നു എനിക്ക്. പത്തനംതിട്ട ജില്ല മുഴുവൻ കേന്ദ്രീകരിച്ചൊരു വാനൊക്കെ എല്ലാം കടം മേടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി. 2002 പകുതി ആയപ്പം ഭയങ്കരമായ കടം വന്നു, ബിസിനസ് പൊട്ടിപ്പോയി. ആ ബിസിനസ് പൊട്ടിയതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൊട്ടിപ്പോയി കാരണം മുത്തൂറ്റുകാർ വരെ ഇവിടെ, അല്ല പലരും പല പ്രസ്ഥാനങ്ങൾ വരെ ഇവിടെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഇതുപോലെ ചെറിയ കട അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചുമൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ബിസിനസ് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പറ്റത്തില്ലെന്നുള്ള അറിയാലോ. അങ്ങനെ 2002 വരുന്ന സമയത്ത് എനിക്ക് ബിസിനസ് പൊട്ടിയിട്ട് ഭയങ്കരമായ കടം വന്നു. അതായത് ഇവിടെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു 24 പേർക്ക് പൈസ കടം കൊടുക്കണം, 2 ബാങ്കിലായിട്ട് പൈസ അടയ്ക്കണം, എല്ലാം ഒരു കണക്കൂട്ടലിൻ്റെ പുറത്തായിരുന്നു. പക്ഷെങ്കിൽ ബിസിനസ് പൊട്ടി, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതായി. അവസാനം ഈ കമ്പനിക്കാരൊക്കെ വന്ന് എൻ്റെ കിടന്ന വാഹനമൊക്കെ പിടിച്ചെടുത്ത് അവസാനം സത്യം പറഞ്ഞാൽ കടുകാപ്പി കുടിക്കാൻ പോലും പൈസ ഇല്ലാത്തവനായിട്ട് മാറി. അപ്പോൾ ഞാൻ കടക്കാരെല്ലാം വളരെ ഭയങ്കരമായ ചീത്തവിളിയും ഭയങ്കര പ്രശ്നങ്ങളായി, നിക്കക്കള്ളിയില്ലാതായി, മുമ്പോട്ട് പോകത്തില്ല എന്ന് ഒരു വണ്ടി ഇടിച്ച് നിൽക്കുന്ന പോലെ ജീവിതം ഇടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോധ്യപ്പെട്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് കന്നഡ ഭാഷ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ബാംഗ്ലൂരിലെ എല്ലാ ഊടുവഴികൾ അറിയാം. അവിടെ ഞാൻ 5-6 വർഷം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അവിടുത്തെ ലൈസൻസ് ഉണ്ട്. കർണാടകയിലാണ് ഞാൻ ലൈസൻസ് എടുത്തത്. അപ്പോൾ എനിക്ക് അവിടെ പോയി ഒരു ഓട്ടോറിക്ഷ എങ്കിലും ഓടിച്ച് ജീവിക്കാമെന്നുള്ള താല്പര്യത്തിൽ ഞാൻ ഈ കടക്കാരെയൊക്കെ വെട്ടിച്ച് പൈസ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഐലൻഡ് എക്സ്പ്രസ്സിന് കയറി ബാംഗ്ലൂർ ചാടാനായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇങ്ങനെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദനയാണ്, ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നും പറയും. അപ്പോൾ ഞാൻ പറയണം, അമ്മ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ എന്നെ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല, അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനും. അപ്പോൾ ഈ നാട്ടുകാരെ ഇവിടെയുള്ള ആളുകൾ കയറി ഇടപെട്ടിട്ട് പറയും, മോനെ പെറ്റകളെ ഇല്ലയോ, നിൻ്റെ അപ്പൻ ഇത്രയും കിടന്ന് ഇവിടെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളെ കളയാതെ ഉപേക്ഷിച്ച് പോവാതെ നിങ്ങളെ സംരക്ഷിച്ച അമ്മയ്ക്ക് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ നീ ചികിത്സിക്കേണ്ട, നീ ഒന്ന് കൊണ്ട് പരിശോധിക്കുക, എന്തോ എന്നറിയാം. അങ്ങനെ ഞാനിവിടെ റാന്നിയിലെ മർത്തോമ മെഡിക്കൽ മിഷൻ അമ്മയും കൊണ്ട് പരിശോധനയ്ക്കായിട്ട് ചെന്ന് അമ്മയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടില്ലേ. അവർ പെട്ടെന്ന് ഒരു സ്ട്രെച്ചറിൽ പിടിച്ച് കിടത്തി പെട്ടെന്ന് ഡോക്ടർ എടുത്തുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് ചോദിച്ചു, ഏലിയാമ്മയാക്കയുടെ ആളാരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പെട്ടെന്ന് പറഞ്ഞൊരു ആംബുലൻസ് വിളിച്ചുകൊണ്ട് പോവാം, നിൻ്റെ അമ്മയുടെ വാൽവിനാണ് പ്രശ്നം, ഞങ്ങൾ പരിശോധിച്ചു, തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലോട്ട് കൊണ്ടുപോകണം, 1.5 ലക്ഷം രൂപ എന്നെ ഓപ്പറേഷന് വേണ്ടി കരുതിക്കോണം, പിന്നെ ഒരു 50,000 രൂപ ചെലവിന് വേണ്ടി കൈപ്പിടിച്ചോണം, പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് കുറിക്കാൻ പോകാമെന്ന് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഡോക്ടറുടെ മുറി കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സാഹചര്യം ഇതാ, ഞാൻ ബിസിനസ്സൊക്കെ പൊട്ടി ഒരു പൈസ പോലും എടുക്കാനില്ലാതെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഓട്ടോ വിളിച്ച് അമ്മയും കൊണ്ട് വീട്ടിൽ വന്ന്
ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചികിത്സയ്ക്കുള്ള സാഹചര്യം ഇല്ല, എന്തായാലും 1 കിലോ കപ്പ മേടിച്ച് പുഴുങ്ങി കൊടുക്കാൻ പോലും, സത്യം പറഞ്ഞാൽ അത് ഞാൻ തുറന്നു പറയാം, പേട്ടച്ചന്ത വന്നപ്പോൾ എൻ്റെ കയ്യിൽ 5 രൂപ 10 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 2 കിലോ കപ്പ മേടിച്ച് അമ്മയ്ക്ക് പുഴുങ്ങി കൊടുക്കാമെന്നോർത്ത് ഞാൻ 2 കിലോ കപ്പ മേടിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ഈ കടയ്ക്കകത്തുനിന്ന് കിട്ടിയ കീറിയ പൈസ മാറ്റിയിട്ടിരുന്ന ആ ഒരു പൈസ കീറിയ പൈസയാണ്ട് അവർ ഈ കപ്പ മേടിച്ചിട്ട് തന്നു കഴിഞ്ഞപ്പം കീറിയ പൈസയാന്ന് പറഞ്ഞ് കപ്പ തിരിച്ചു മേടിച്ചു. ഞാൻ അമ്മയെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെ ഇവിടെ ആക്കിയിട്ട് എന്നാൽ പിന്നെ ബാംഗ്ലൂരിന് അമ്മയോട് പോലും പറയാതെ പോയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നിവിടെ 100ഓളം പേര് എല്ലാ മാസവും വന്ന് താമസിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇവിടെ സൗജന്യമായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ഫീസോ സ്വത്രാഴ്ച ഒന്നും എടുക്കാതെ 100ഓളം പേർക്ക് ഇപ്പം ഇതിൻ്റെ പുറയിലായിട്ട് ഒരു 60 അടി നീളത്തിൽ ഒരു ഹോള് പണിത് അതിനകത്ത് എല്ലാ മാസവും ഞങ്ങൾ സൗജന്യമായിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് ഇവിടെ താമസിപ്പിച്ച്, കാരണം എനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ 1 കിലോ കപ്പ മേടിച്ച് അമ്മയ്ക്ക് പുഴുങ്ങി കൊടുക്കാനില്ലാതെ ഞാൻ ഇവിടുന്ന് അമ്മയെ മരിക്കാൻ വിട്ടിട്ട് നാട് വിടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് ഒരു ദൈവദാസന് ഒരു പ്രാർത്ഥനായോഗം പരിചയപ്പെടുത്തി. ആ കൂട്ടായ്മയിൽ ഞാൻ ചെല്ലത്തില്ല, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് അന്ന് ഇവിടെ അടുത്തുള്ള ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എരുമേലിക്കടുത്തൊരു വീട്ടിൽ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, എല്ലാ ബുധനാഴ്ച ഒരു വിടുതലിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടുത്തെ പാസ്റ്റർ ഭയങ്കര പ്രവചനമൊക്കെ പറയും, അത് പറയുന്നതൊക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ ചോദിച്ചു, ഈ റാന്നിയിലെങ്ങും പാസ്റ്റർമാരൊന്നും ഇല്ലയെന്ന് ചോദിച്ചു, നമ്മുടെ പ്രവചനം പറയാനോ അല്ലെങ്കിൽ പാസ്റ്റർമാരായിട്ട് ഇവിടെങ്ങും ആരുമില്ലേ, എരുമേലി വരെ പോകണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ദൂത് അത് നടന്നു, അതിൻ്റെ ബാക്കി അറിയാനായിട്ട് പോവാന്ന്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നിന്നോട് എന്തോ പറഞ്ഞേ, അതെന്തോ നടന്നു? എനിക്ക് സത്യത്തിൽ പ്രവാചകന്മാരെയും ദൈവദാസന്മാരെയും ഒന്നും അങ്ങനെ താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പം അദ്ദേഹം ഓതറക്കാരനാണ്, ഓതറയുള്ള ഒരു സഹോദരൻ. അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ അടുത്ത് വീട് വെച്ച് താമസിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പാസ്റ്റർ പണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തോടൊരു ദൂത് പറഞ്ഞ്, നീ വിദേശത്ത് പോകും, പക്ഷേ വലിയൊരു നീ ദൈവത്തെ വേണ്ട പോലെ അറിഞ്ഞ് ജീവിച്ചില്ല, വലിയൊരു കെണിയിൽപ്പെടും, നിന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. പുള്ളിയുടെ ഫാദർ SI ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം വലിയ ഇതൊന്നും ഏറ്റെടുത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ മസ്കറ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് ഒരു കമ്പനിയിലോട്ട് ആളുകളെ ഇങ്ങനെ എടുക്കുന്നെന്ന് കേട്ട് അവർക്ക് വിസ കൊടുക്കാൻ വേണ്ടി ഇവർ 2 സഹോദരന്മാർ ചേർന്ന് ആളുകളിൽ നിന്ന് കാശൊക്കെ മേടിച്ചു. പക്ഷേ ഒരാൾ പൈസയും കൊണ്ട് മുങ്ങി. എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ സഹോദരൻ പെട്ട് അദ്ദേഹം ഈ മുൻനിരയിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് കാശൊക്കെ മേടിച്ചത്. അപ്പം വലിയ പ്രശ്നമായി. നാട്ടുകാരൊക്കെ ഇടപെട്ട് അവസാനം ഇവരുടെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞായി. ഇവരുടെ വീട് 2 നില വീടും സ്ഥലമെല്ലാം വിറ്റ്, അങ്ങനെ വിറ്റ് ബാക്കി പൈസ കൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു ചെറിയ സ്ഥലം മേടിച്ച് ഒരു ചെറിയ വാർപ്പൊട്ടിടമൊക്കെ വെച്ച്. അപ്പോൾ ഈ വാർപ്പൊട്ടിടത്തിൻ്റെ പണി നടക്കുമ്പോൾ ഇവിടെ കടക്കാർ നിരന്തരം വരുന്നതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും, ആരെങ്കിലും വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിരുന്നും പറഞ്ഞ് ഈ പണി നടക്കുന്നിടത്ത് പോയി ഇവിടുത്തെ ഈ മേസ്ത്രിമാരുടെ കൂടെ നിന്ന് അവർക്ക് ടാർപ്പാളിയൊക്കെ മഴ വരുമ്പോൾ ഒക്കെ വലിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കടുകാപ്പിയൊക്കെ എടുക്കുമ്പോൾ എനിക്കൂടെ തരും. അവിടെ നിന്ന് നോക്കിയാൽ എനിക്കറിയാം ഇവിടെ ആരെങ്കിലും വരുന്നോ, ബാങ്കുകാരൊക്കെ വരുന്നോ എന്ന് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ 5 മണി കഴിയുമ്പോഴേ ഞാൻ കയറി വരുള്ളൂ. അങ്ങനെ ആ വീടിൻ്റെ കയർത്താമസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയാണ് പറയുന്നത്, എടാ മോനെ, നമ്മളോട് ദൂത് പറഞ്ഞ ആ പാസ്റ്റർ ഇവിടെ എരുമേലിലുള്ള ആളാണ്, ഈ മേളത്തെ പയ്യനും ജോലിയൊന്നും ഇല്ലാതിരിക്കില്ല, അവൻ്റെ സ്കൂട്ടറോ ബൈക്കോ എല്ലാം കാണും, അവനെയും കൂട്ടിക്കൊണ്ട് ആ കുഞ്ഞോൻ പാസ്റ്റർ വീട്ടിൽ പോയിട്ട് ഇനിയും ഞങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയോട് പറഞ്ഞ ദൂതിൻ്റെ ബാക്കി കേൾക്കാനായിട്ട് പുള്ളി പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാഞ്ചി, എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, എനിക്കന്ന് സ്കൂട്ടറിനകത്ത് പെട്രോളില്ല, സത്യത്തിൽ ചായ പോലും കുടിക്കുന്നില്ല, അതുകൊണ്ട് പെട്രോൾ പോലും അടിക്കാൻ പൈസ ഇല്ലായിരിക്കും. അപ്പം ഇദ്ദേഹം പറഞ്ഞ് ഞാൻ ബസ്സിന് പോയി കുപ്പിക്കകത്ത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിക്കാമെന്നും പറഞ്ഞ് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് ഞങ്ങൾ 2 പേരും കൂടെ, അദ്ദേഹത്തിനും അറിയത്തില്ല എരുമേലിൽ എവിടെയായി നടക്കുന്നത്, അങ്ങനെ തപ്പിപ്പിടിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 40ഓളം പേര് ഒരു വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന. ഞാൻ വിചാരിച്ചെന്നാൽ കയറി ഇരിക്കുന്നില്ല, മോനച്ചൻ കയറി പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെന്ന് കരുതി. പക്ഷെ അവരെന്നെ നിർബന്ധിച്ച് ഈ പ്രാർത്ഥനയ്ക്കകത്ത് കൊണ്ടിരുത്തി. ഞാനും കയറി അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. അവിടെ വലിയ പ്രസംഗവും പാട്ടും ആരാധനയൊക്കെ നടക്കുക. ഞാനിതൊക്കെ കുറേ കണ്ടു, കുറേ നാൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ സംബന്ധിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നൊരു വിടുതൽ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയൊന്നും നടക്കത്തില്ലെന്ന് കരുതി ഞാൻ അലക്ഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബൈബിളിലൊരു വചനമുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. സത്യത്തിൽ ആ വചനം സത്യമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ആ ദൈവദാസൻ പെട്ടെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് ജനങ്ങളുടെ ഇടയിൽ കൂടെ വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, നീ നാട് വിട്ടു പോകാമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു പാസ്റ്റേ നാട് വിട്ടു പോകാല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീട് തടി കൊണ്ടുള്ള ഒരു പഴയ വീടാണെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ഞെട്ടി. കാരണം ഞാൻ തടി കൊണ്ടുള്ള പഴയ ഞങ്ങളുടെ ഈ 100 വർഷത്തിന് മേളിലുള്ള ഞങ്ങളുടെ അപ്പച്ചൻ പണിത പഴയ ഒരു തറവാട്ടിൽ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിച്ചു, തടി കൊണ്ടുള്ള ഒരു പഴയ വീട്ടിലാണോ ബ്രദർ താമസിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞാന്നു. അപ്പം എന്നോട് ചോദിച്ച്, നീ പലതും തുടങ്ങി പക്ഷെ പൂർത്തീകരിച്ചില്ല, നീ ഇപ്പം നാട് വിട്ടു പോകണമെന്നുള്ളൊരു ചിന്തയുമായിട്ട് എവിടെ ഇരിക്കുന്നു. എന്നിട്ട് എൻ്റെ തലയിലോട്ട് അദ്ദേഹം കൈവച്ചിട്ട് പറഞ്ഞു, നീയായിട്ട് നാട് വിട്ടു പോകണ്ട, അനേകം നാടുകളിൽ കർത്താവ് നിന്നെ അയക്കാൻ പോകാമെന്ന്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, നീ ഒരു കെട്ടിയിട്ട വള്ളമാണ് ഇത്രയും നാളും തുഴഞ്ഞത്. നീ കൈയും കാലും ഇട്ട് തുഴയുന്നുണ്ട്, പക്ഷെ തുഴഞ്ഞിട്ടും വള്ളം നീങ്ങുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, നിൻ്റെ ഫാദർ എത്ര നാളായി മരിച്ചിട്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 52 വയസ്സുള്ളപ്പം എൻ്റെ ഫാദർ മരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, മോനെ അത് മരിക്കേണ്ടിയിട്ട് മരിച്ചല്ലല്ലോടാ, സാത്താൻ തട്ടിക്കൊണ്ട് പോയതാണ്. അത് ഞാൻ ഈ വല്ലാതെ ചിന്തിച്ച്, ഫാദർ മരിക്കേണ്ടിയിട്ട് മരിച്ചല്ലെന്നോ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. കോട്ടയം ജില്ലാശുപത്രി വെച്ച് അദ്ദേഹം മരിച്ചു. എന്നോട് അദ്ദേഹം പറഞ്ഞു, മോനെ അദ്ദേഹം മരിക്കേണ്ടിയിട്ട് മരിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് പറഞ്ഞു, മോനെ ഒരു കെട്ടിയിട്ട വള്ളം തുഴഞ്ഞാൽ നീങ്ങത്തില്ല, പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ ആ കെട്ട് അഴിക്കാൻ പോവാം, ആ കെട്ട് അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത കയറുമെന്ന്, ഞാനിങ്ങനെ നാട് വിട്ടു പോവാണെന്നോ, ഞാൻ തടി കൊണ്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നതെന്നോ, ഞാൻ പലതും തുടങ്ങി പക്ഷേ പൂർത്തീകരിച്ചില്ലെന്നോ, എനിക്ക് ഒരു വലിയ കടബാധ്യത ഉണ്ടെന്നോ ഒന്നും പ്രത്യേകിച്ച് വേറെ അങ്ങനെ ആർക്കും അറിയത്തുമില്ല. ഈ പാസ്റ്റർക്ക് ഞങ്ങളെ ഒരു പരിചയവുമില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എന്നെ കൊണ്ടുപോയ ആളെന്നോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാസ്റ്ററെ വ്യക്തിപരമായിട്ടൊന്ന് കാണണം, എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പാസ്റ്റർ മുറി ചെന്നിട്ട് പാസ്റ്ററോട് ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചു, പാസ്റ്റർ എന്നെ നേരത്തെ അറിയാവോ? അപ്പം പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞില്ല, എന്നെ ആദ്യമായിട്ട് കാണുക. ഞാൻ ചോദിച്ചു, ഞാൻ തടി കൊണ്ടുള്ള വീട്ടിലാണ് താമസിക്കുന്ന, പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? മാത്രമല്ല എനിക്ക് വലിയൊരു കടബാധ്യത ഉണ്ടെന്നും ഞാൻ ചെയ്ത ബിസിനസ്സൊക്കെ തകർന്ന ഇവിടെ ഇരിക്കുന്നു, നാട് വിട്ടു പോകാമെന്ന് പാസ്റ്ററോട് ആര് പറഞ്ഞു? അപ്പോൾ പാസ്റ്റർ വളരെ ശാന്തമായിട്ട് പറയാം, മോനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. സത്യത്തിൽ അന്നേരം ഞാൻ അറിയുന്നത് എന്നെ അറിയാവുന്ന ഒരു ശക്തിയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. താൻ ദാസൻ പറഞ്ഞു, മോനെ പരിശുദ്ധാത്മാവ് എനിക്കിത് വെളിപ്പെടുത്തുക. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്റർ പരിശുദ്ധാത്മാവിന് എന്നെ അറിയാവും? അപ്പം പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ അറിയാം, നിൻ്റെ അപ്പൂപ്പനെ അറിയാവും. ഞാൻ ചോദിച്ചു, എന്നെ ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ശക്തിയെ ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ആയിരിക്കുന്നതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നെ ഇത്രയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഈ ശക്തി ഏതാണെന്ന് അറിയാനായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് വിട്ടിട്ട് എൻ്റെ ഈ കാര്യങ്ങൾ, ഇത്രയും രഹസ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഗൂഢമായിട്ട് ഇവിടുന്ന് നാട് വിടാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇത്ര കൃത്യമായിട്ട് എന്നോട് ചോദിച്ച ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാനായിട്ട് സത്യത്തിൽ അറിയാൻ വേണ്ടി ശ്രമിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ശരിക്കും പറഞ്ഞാൽ ഈ ദേവദാസനോട് പറഞ്ഞു, മോനെ കെട്ടഴിയുവാണെങ്കിൽ സാത്താൻ നിന്നെ കെട്ടിയിരിക്കുകയാണ്, ഒരു വള്ളം കെട്ടിയിട്ടിരിക്കുന്ന പോലെ സാത്താൻ നിന്നെ കെട്ടിയിരിക്കുക, കെട്ടഴിയണം. അപ്പം ഞാൻ കർത്താനദാസൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ദേവദാസനെ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. പാസ്റ്റർ പറഞ്ഞില്ലേ കെട്ടഴിഞ്ഞാൽ ഒരു വിടുതൽ കിട്ടും, ഒരു മാറ്റം വരുമെന്ന്. പാസ്റ്റർ വന്ന് എൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇത്രയും കടം, ഒരു 10-2000 രൂപ ഇവിടുന്ന് കടം മേടിച്ച് പാസ്റ്റർക്ക് 2000 രൂപയും കൊടുക്കാം, വരുമ്പോൾ ഒരു ഊണും കൊടുക്കാം. പാസ്റ്റർ ഈ കെട്ടെല്ലാം അഴിച്ച് എന്നെ സ്വതന്ത്രമാക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വരെ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ വേണേൽ വാഹനം കൊണ്ട് വന്ന് പാസ്റ്ററെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഉടനെ എന്നോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ വന്ന് കെട്ടഴിക്കുന്നതല്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ അല്ലേ പറഞ്ഞത് കെട്ടിയിട്ട വള്ളമാണ് തുഴയുന്നത്, ആ കെട്ടഴിയുവാണെങ്കിൽ വലിയൊരു മാറ്റം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടഴിക്കാൻ പറഞ്ഞപ്പം പാസ്റ്റർ പറയാണ്, നിൻ്റെ വീട്ടിൽ വന്ന് കെട്ടഴിക്കുന്നതല്ല എൻ്റെ ജോലി. അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്റർ പിന്നെ എന്തോ അതിനൊരു മാർഗം, ഇതിനൊരു പരിഹാരം എന്താ? എന്നോട് പറഞ്ഞു, നീ തന്നെ കെട്ടഴിക്കണമെന്ന് പറഞ്ഞു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ യേശുക്രിസ്തു വന്ന് നീ തന്നെ കെട്ടഴിക്കണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് കെട്ടാനും അഴിക്കാനും ഒക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ റാന്നിയിലിരുന്ന് തന്നെ അങ്ങ് അഴിക്കത്തില്ലായിരുന്നു. ഇപ്പം പാസ്റ്റർ തന്നെയാണ് പറഞ്ഞത്, മുൻപോട്ട് പോകാൻ കഴിയാതെ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, ആ കെട്ടഴിഞ്ഞാൽ ഒരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അഴിക്കാൻ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറയുന്നത് താൻ തന്നെ അഴിച്ചോളെ. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എനിക്ക് അഴിക്കാനും കെട്ടാനും ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് പാസ്റ്ററിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ എനിക്ക് ഇച്ചിരി ദേഷ്യം കൂടെ വരുന്നുണ്ട്. കാരണം ഒന്നാമതെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, വലിയ കടം, അമ്മ മരിച്ചോ എന്നറിയത്തില്ല, അമ്മ മരിക്കുമോ എന്നുള്ള ഭയം, ഈ ജപ്തി നോട്ടീസ് ഒക്കെ വരുന്നു, അതുപോലെ കടക്കാരുടെ ഈ ഭീഷണി, ഇതെല്ലാം കൂടെ അപ്പോൾ മാനസികമായിട്ടൊക്കെ സമനില തെറ്റിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ ദേവദാസൻ്റെ പ്രവാചകന്മാരുടെയൊക്കെ ചോദ്യമല്ലേ, എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യങ്ങൾ വന്നു. ഞാൻ ചോദിച്ചു,
പാസ്റ്റർ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അന്യഭാഷ പറഞ്ഞാൽ ഉടനെ കെട്ടെല്ലാം അഴിയോ, കടമെല്ലാം മാറുമോ? ഉടനെ എന്നോട് പറഞ്ഞു, മോനെ അന്യഭാഷ പറഞ്ഞാൽ കടം മാറത്തില്ല, പക്ഷേ കടം ഉണ്ടാക്കുന്നവൻ അവിടുന്ന് മാറുമെന്ന് പറഞ്ഞു. അതാദ്യം എനിക്ക് മനസ്സിലായില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കടം മാറത്തില്ല, പക്ഷേ കടമൊക്കെ ഉണ്ടാക്കുന്നവൻ അവിടുന്ന് മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ എന്തിനാ പാസ്റ്ററെ പരിശുദ്ധാത്മാവിനെ എവിടെ ചെന്നാലും പാസ്റ്റർമാർ ചോദിക്കുന്നത് സ്നാനപ്പെട്ടതാണോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ? ഇത് നിങ്ങളുടെയൊക്കെ എല്ലാവരും ഒരു പരിപാടി ആണെന്നില്ലേ, ആരെ കണ്ടാലും സ്നാനപ്പെടുത്തുക, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നൊക്കെ ചോദിക്കുക. വാസ്തവത്തിൽ എന്തോ പാസ്റ്റർ ഈ പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ചുള്ള ഗുണം എന്താ? അപ്പം എന്നോട് പറഞ്ഞു, മോനെ അപ്പോസ്തല പ്രവൃത്തി 1:8 എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് എന്നോട് നീ വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. അവിടെ യേശുക്രിസ്തു പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടെന്ന് ഒരു വാക്യമുണ്ട്. ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാവും. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആ ശക്തി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പവർ. എന്നോട് ചോദിച്ചു, പവർ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവന് പവർ വരുമെന്ന് പറഞ്ഞാൽ എന്താ നീ മനസ്സിലാക്കിയേക്കെന്ന് ചോദിച്ചു. ഞാൻ ഈ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവനും അവൻ്റെ അപ്പനും അമ്മയും കൂടെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിനകത്തുനിന്ന് ഒരു സിംഹം അവൻ്റെ നേരെ വന്നപ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ആ സിംഹത്തെ വലിച്ചു കീറിക്കളഞ്ഞെന്നും ദാവീദിനെ കരടിയും സിംഹമൊക്കെ പിടിക്കാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ കരടിയും സിംഹത്തെയൊക്കെ അവൻ കീറിക്കളഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ ദൈവാനത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആൾക്കാർക്ക് വലിയ ശക്തി കിട്ടി അമാനുഷിക കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ചൊക്കെ ഈ ബൈബിൾ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ചെറിയൊരു അറിവൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, മോനെ പഴയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുമേ വന്ന് അവന് പവർ ലഭിച്ച് ശരിയാ സിംഹത്തെയൊക്കെ കീറിക്കളഞ്ഞു. പക്ഷെ പുതിയ നിയമത്തിൽ ഒരുവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വരുന്ന പവർ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ളൊരു പവറല്ല, അതൊരു അധികാരമാണെന്ന് പറയും, ഒരു അതോറിറ്റി. അപ്പം എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞ്, ഒരു കളക്ടറും ഒരാനയും കൂടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നാൽ അല്ലെങ്കിൽ ഒരു ഹോളിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ആ കെട്ടിടം പൊളിക്കാൻ കഴിയും. ആന ഫിസിക്കലായിട്ട് അത് കുത്തിപ്പൊളിക്കും, പക്ഷേ കളക്ടർ കുത്തിപ്പൊളിക്കാനോ ഇടിച്ചു പൊളിക്കാനോ നിൽക്കത്തില്ല. കളക്ടർ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും പൊളിച്ച് മാറ്റുക എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അത് എന്നോട് പറഞ്ഞു, മോനെ പരിശുദ്ധാത്മാവിനെ കർത്താവ് ഒരു വ്യക്തിയുടെ മേൽ എന്തിനാ പകരുന്നെന്നറിയാവൂ? ഈ നമ്മുടെ ജീവിതത്തിലെ പിശാചിൻ്റെ പ്രവൃത്തികൾ കാരണമായി നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഈ ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും കൂടെ അന്ന് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. വലിയ തോട്ടമൊക്കെ ദൈവം കൊടുത്തു, ദൈവം തന്നെ അവൻ്റെ കല്യാണം കഴിപ്പിച്ചു. ദൈവം ആദാമിനെ ഈ ഭൂമിയെ വാഴുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ലോകത്തിലാക്കിയെന്നാണല്ലോ ബൈബിളിലെ തുടക്കം, മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് ആദാം മുതലാളി അങ്ങ് തൊഴിലാളിയായിപ്പോയി. നമ്മൾ ഈ വേദോസം വായിച്ചു വരുമ്പം വളരെ രസകരമായി ഈ വേദോസത്തിൻ്റെ തുടക്കം. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നു, ദൈവം തന്നെ ഒരു തോട്ടം ഉണ്ടാക്കുന്നു, ദൈവം തന്നെ അവൻ്റെ കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയെ അടക്കി വാഴുവീൻ എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ട് ബൈബിൾ ആരംഭിക്കുക. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഓട്ടോറിക്ഷയുടെ ഒക്കെ പുറയിൽ എഴുതിയേക്കുന്ന പോലെ ഇതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞ പോലെ പിന്നെ കാണുന്നത് ആദാം ഹവ്വയും കൂടെ ഒക്കെ കൃഷിപ്പണിക്ക് അവർ നിലത്ത് കൃഷി ചെയ്യാനായിട്ട് പോകുക, തോട്ടത്തിലോട്ടൊന്നും കയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിക്കുക, മോനെ നീ ക്രിസ്ത്യാനിയല്ലേ, നീ എവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ യാക്കോപ്പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, പിന്നെ അത് പോരാൻ തോന്നിയിട്ട് ബെന്തക്കോസ് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ആദാം മുതലാളി പെട്ടെന്ന് തൊഴിലാളിയായിപ്പോയത് എങ്ങനെയാണെന്ന് അറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റേ അത് പാപം ചെയ്തുകൊണ്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, പാപം ചെയ്യാനുള്ള കാരണം എന്നാണ്? ഞാനിങ്ങനെ മിണ്ടാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ വായിച്ചിട്ടുണ്ടോ ഒരു സർപ്പം ഒരു പാമ്പ് തോട്ടത്തിൽ വരുന്നിടം വരെ ആദാമും ഹവ്വയ്ക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഈ പാമ്പ് വന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. ഈ സാത്താൻ പാമ്പല്ല, നമ്മൾ ഈ നിലത്തൂടെ അഴിഞ്ഞു കിടക്കുന്ന പാമ്പല്ല, പാമ്പിനകത്തൂടെ സാത്താൻ പ്രവേശിച്ച് ഹവ്വയുടെ അടുത്ത് വന്നെന്നുള്ള നമ്മൾ വേദോസത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ ഈ ഏദൻ തോട്ടത്തിൽ കയറി നാശം ഉണ്ടാക്കിയിട്ട് ഈ പാമ്പ് എങ്ങോട്ട് പോയെന്ന്. സത്യത്തിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ പാമ്പ് എങ്ങോട്ട് പോയെന്ന് അറിയാനല്ലേ മണിമലയ്ക്ക് എന്നിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, മോനെ ഈ പാമ്പ് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയാവുമെന്ന് ചോദിച്ചു, നീ വേദോസമൊക്കെ വായിക്കുമെന്ന് ചോദിച്ചു. ഞാൻ എനിക്കറിയത്തില്ല പാസ്റ്റേ പാമ്പ് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. അവിടെ ഒരു വാക്യം എന്നെ കാണിച്ചു, ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച മഹാസർപ്പമായ പഴയ പാമ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ ആ വാക്യം ശ്രദ്ധിക്കുന്നത്. എന്നോട് പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ കയറി ആദാമിനെ ഹവ്വയും മാത്രമല്ല തെറ്റിച്ചത്, ഇന്ന് ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച മഹാസർപ്പമായിട്ട് ആ പാമ്പ് അങ്ങ് വളർന്നെന്ന് പറഞ്ഞു. അവൻ സാത്താനാണ്, ഈ കാണുന്ന പാമ്പല്ല, സാത്താനെ കുറിച്ചായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സാത്താനാണ് മനുഷ്യനെ തകർക്കുന്നത്, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് ഈ സാത്താൻ വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ സാത്താൻ ഏദൻ തോട്ടത്തിൽ കയറി ആ കുടുംബത്തെ നശിപ്പിച്ചോൽ എന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ വീടിനകത്ത് ആ പാമ്പാന്ന് പറഞ്ഞു. ആ പാമ്പിന്റെ ആധിപത്യം നിന്റെ വീടിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ആ പാമ്പിനെ പുറത്താക്കുവാണെങ്കിൽ നിന്റെ വീടിനകത്ത് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ പാസ്റ്റർ വന്ന് ഈ പാമ്പിനെയൊക്കെ ഒന്ന് പുറത്താക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്ന് ഭൂതത്തെ പുറത്താക്കുന്നല്ല എൻ്റെ ജോലി, അവനവൻ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അവരവരത് ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഭൂതത്തെയും പിശാചിനെയും പാമ്പിനെയും ഒന്നും ഇറക്കാനുള്ള കഴിവൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അപ്പം എന്നോട് ചോദിച്ചു, നീ സ്നാനപ്പെട്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സ്നാനപ്പെട്ട ഉടനെ കടമൊക്കെ അങ്ങ് മാറി, എല്ലാ പ്രശ്നവും അങ്ങ് മാറുകയും എല്ലാ പാസ്റ്റർമാരും ആൾക്കാരോട് പറഞ്ഞു സ്നാനപ്പെടും. അപ്പം എന്നോട് പറഞ്ഞു, മോനെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. എടുപ്പിച്ച് അതിനകത്ത് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിലാകപ്പെടും. എന്നിട്ട് പറയാം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിനകത്ത് 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്നെ എടുത്തു കാണിച്ചു തന്നു. അതിനകത്ത് പറയുന്നത്, ഒന്ന്, എന്നെ ഈ മർക്കോസ് 16 മുതൽ വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഈ സ്നാനപ്പെട്ടുള്ള ഗുണം എന്താന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് അദ്ദേഹം പറയാണ്, കാണിച്ചു തരികയാണ്, നമുക്ക് വായിച്ച് മനസ്സിലാകാൻ പറ്റുമല്ലോ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ഒരു ശിക്ഷാവിധിയിലാകപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പാമ്പ് പിടുത്തക്കാരാകുമെന്നാണെന്ന്. ഈ സ്നാനപ്പെട്ടവരെല്ലാം പാമ്പ് പിടുത്തക്കാരാകുമെന്നല്ലേ എഴുതിയേക്കുന്നത്. സത്യത്തിൽ പാമ്പ് അവിടെ മർക്കോസ് 16 നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് കാണാം, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സ്നാനപ്പെട്ടവരൊക്കെ പാമ്പ് പിടുത്തക്കാരാകുമെന്നാണോ എഴുതിയിരിക്കുന്നത്? സത്യത്തിൽ ഞാൻ ഈ വചനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിപ്പോസ് ഷണ്ണന് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞ പോലെ ചില വചനത്തിൻ്റെ പൊരുൾ തിരിച്ചാണ് എൻ്റെ ജീവിതം ഒരു മാറ്റത്തിലേക്ക് വന്നത്. പെട്ടെന്നൊരു അത്ഭുതവും നടന്നതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇന്ന് 23 വർഷമായിട്ട് ഞാൻ ഈ സുവിശേഷ വേല മാത്രം ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവരെ സൗജന്യമായിട്ട്, അതായത് ബൈബിളിൽ പറയുന്നു, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുപ്പീൻ എന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇവിടെ 100ഓളം പേരെ താമസിപ്പിച്ച് ഈ സത്യം അനേകർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്കുണ്ടായതിലും വലിയ മാറ്റങ്ങളും വിടുതലുകളും ഇന്ന് 100 കണക്കിന് 1000 അതിശോക്തി ഇല്ലാതെ തന്നെ പറയാം, 1000 ആളുകൾക്ക് മാറ്റങ്ങൾ വരാനിടയായി. ആ ഒരു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ് സത്യത്തിൽ ഈ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റെഫറൻസുകളെല്ലാം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഈ വചനങ്ങളൊക്കെ, ഈ ബൈബിളിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് തലയാട്ടുന്നവനല്ല, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ പണിത ഒരു വീട് പോലെയാണ്. വൻമഴ ചൊരിയട്ടെ, കാറ്റടിക്കട്ടെ, ആ വീടിനെ ഉലയ്ക്കട്ടെ, അത് വീഴത്തില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ലെന്നല്ല. ഈ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ 23 വർഷമായിട്ട് വളരെ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ മാസം ഞങ്ങളുടെ ക്യാമ്പിലായിരുന്നു 140ഓളം ആളുകൾ പങ്കെടുത്തു. അവരിവിടുന്ന് പൂർണ്ണമായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാറ്റടിച്ച് എൻ്റെ വീടിൻ്റെ, എനിക്ക് അപ്പുറത്തൊരു വീട് കൂടെ ഉണ്ട്, അവിടെ ആ ലേഡീസിനെയൊക്കെ താമസിപ്പിക്കുന്നത്, ഡോർമെറ്ററി വെച്ച് പണിതിരിക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് ഒരു വലിയ മരം വീണു. നല്ലൊരു നാശനഷ്ടം ഉണ്ടായി, നല്ലൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായി. പക്ഷേ ഒരു മനുഷ്യരോടും അതിന് സഹായം അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഭംഗിയായിട്ട് അതെല്ലാം പണി പൂർത്തീകരിക്കാൻ കർത്താവിനെ സഹായിച്ചു. സത്യത്തിൽ ഒരു ഗ്ലാസ് കടുങ്കാപ്പി അനത്തി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തടത്തുനിന്ന് കർത്താവിൻ്റെ കരം ശരിക്കും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു. അത് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം മാത്രമല്ല, അതിനകത്ത് പ്രത്യേകമായിട്ട് അറിയേണ്ടത് ബൈബിളിൽ ഇങ്ങനൊരു വാക്യം കൊണ്ട്, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും നമ്മൾ അനുഭവിച്ചറിയണം. അതായത് ഈ പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എന്നോട് പറഞ്ഞു, മോൻ ഭാരപ്പെടണ്ട, മോനെ ദൈവം സഹായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവിന് ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഉയർത്താൻ പരിശുദ്ധാത്മാവിന് കഴിയത്തില്ലേ എന്ന് ചോദിച്ചു. സാത്താൻ നിങ്ങളുടെ ഭവനത്തിൽ ഒരുപാട് നാശങ്ങൾ വരുത്തി, അവൻ അറുത്തു മുടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പരിശുദ്ധമായ ഒരാത്മാവുണ്ട്. സാത്താൻ ഒരു ദുരാത്മാവാണ്, പക്ഷെ പരിശുദ്ധമായ ഒരാത്മാവുണ്ട്. ദുരാത്മാക്കൾ മനുഷ്യനെ അറുക്കാനും മുടിക്കാനും തകർക്കാനുമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യേശുവിനെ ഉയർത്തിയ ഒരാത്മാവുണ്ട്. ആ ആത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ഉണ്ടാക്കിയ തകർച്ചയിൽ നിന്നെല്ലാം ഈ ആത്മാവിന് നിന്നെ ഉയർത്താൻ പറ്റുമെന്ന് പറയും. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ
ഞാൻ പറയാതെ തന്നെ ആത്മാവിൽ ഇങ്ങോട്ട് വെളിപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ ശ്രദ്ധിക്കാനിടയായത്. അല്ലെ ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. കാരണം എൻ്റെ വീട് തടി കൊണ്ടുള്ളതാണെന്നോ ഞാൻ നാട് വിട്ടു പോകാണെന്നോ ഒന്നും ഇദ്ദേഹത്തോട് പറയാതെ തന്നെ ഇദ്ദേഹം ഇതെല്ലാം വെളിപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹത്തിൽ സംസാരിക്കുന്നത് എന്തോ ഇതിനകത്ത് കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കാണിച്ചു തരികയാണ്, സ്നാനപ്പെട്ടവൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ ഈ നാട്ടിൽ കാണുന്ന പാമ്പുകളെ പിടിച്ചുകൊണ്ട് നടക്കുവാന്നോടാന്ന് ചോദിച്ചു സ്നാനപ്പെട്ടവരൊക്കെ. ആ വചനത്തിൻ്റെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, മോനെ ആ സർപ്പം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന പഴയ സർപ്പമാണ്, സാത്താൻ. അതിനെ പിടിക്കാൻ ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ പട്ടാളക്കാർക്കോ ഒന്നും കഴിവില്ല. അവർക്കെല്ലാം ഇവിടെ ഭരണം നടത്താനും ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അവരുടേതായ രീതിയിൽ ലോകത്തെ ഭരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷെ ഈ സർപ്പത്തെ പിടിക്കാൻ ഈ സാത്താൻ്റെ മേൽ അധികാരം ഇവിടുത്തെ ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ്റിനെ ഞാൻ ചെറുതാക്കുമല്ല, കാരണം ഗവൺമെൻറ്റിന് അതിൻ്റെതായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് എല്ലാ ആളുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, അവൻ ബോധിച്ചവരെ അവൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് സകല വ്യാധികളെ പൊറുപ്പിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ശക്തിയും അധികാരവും കൊടുത്തു. ഇതേ ദൈവദാസൻ പറഞ്ഞു, മോനെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ഇവിടുത്തെ വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ കളക്ടറോ ഇവിടുത്തെ മന്ത്രിമാരൊന്നും വന്നാൽ നിന്റെ വീട്ടിലെ ഈ പൈശാചിക ശക്തിയെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിനെ പിടിച്ചെടുക്കാൻ സ്നാനപ്പെട്ടവർക്കേ കഴിയും. അപ്പം ഞാൻ ചോദിച്ചു, സ്നാനപ്പെട്ടവരൊന്നും പാമ്പിനെ പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഈ പത്രോസിൻ്റെ പ്രസംഗം നീ ആദ്യത്തെ പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് യേശു പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പം ഈ ശക്തി എന്താ? ആ ശക്തിയാണ്, അതിനെക്കുറിച്ചാണ് എനിക്ക് പിന്നെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അതേ ഒരു പ്രായമായ മനുഷ്യൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നാൽ മതി. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ വരണ്ട, അവിടെ ഇരുന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിന് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്നോട് ചോദിച്ചാൽ സ്നാനപ്പെട്ടാണോ എന്ന് ചോദിക്കാൻ കാര്യം, എന്നോട് പറഞ്ഞു, മോനെ സ്നാനപ്പെട്ടവർക്ക് ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കാനൊരു അധികാരമുണ്ട്. അതിനെ പിടിച്ചെടുക്കാനുള്ളൊരു ലൈസൻസാണ് ദൈവം തന്നെ. അതായത് സ്നാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് ക്രിസ്തുവിനോട് ചേരാനാണ്. അപ്പോൾ അതെന്നോട് പറഞ്ഞു, അവനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തോക്ക് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ലൈസൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തുവിനോട് ഒരുത്തൻ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് യേശു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യാൻ കഴിയും. കർത്താവ് പറയാം, അതിലധികവും നീ ചെയ്യുമെന്ന്, അധികവും നിങ്ങൾ ചെയ്യും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ നീ സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിക്കാൻ കാര്യം, സ്നാനപ്പെട്ടതാണെങ്കിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയും, മോനെ ഫാസ്റ്റർ, ഞാൻ 95 ബാംഗ്ലൂർ വെച്ച് ഇങ്ങനെ പാസ്റ്റർമാരൊക്കെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു വിടുതലുണ്ടാകുന്ന രീതി സ്നാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ സ്നാനപ്പെട്ടിട്ട് നീ മാനസാന്തരപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ല, ശരിക്കും മാനസാന്തരപ്പെട്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല, നീ ശരിയായിട്ട് മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരുവാണെങ്കിൽ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുവാണെങ്കിൽ നിനക്കൊരു ശക്തി ലഭിക്കും, അതായത് അധികാരം. ഒന്നുകൂടെ എനിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്നത്, ആഹാബിൻ്റെ കൊട്ടാരത്തിനകത്ത് ഏലിയാവ് ചെന്നിട്ട് പറഞ്ഞു, ഏലിയാവിന് സിംഹാസനമില്ല, പിന്നെ ഏലിയാവിന് രാജവസ്ത്രമില്ല, ചെങ്കോലില്ല. അദ്ദേഹം പാർക്കുന്നത് ആ സമയങ്ങളിൽ ഒരു തോട്ടിൽ കെരീത്ത് തോട്ടിലിരുന്നാണ് അദ്ദേഹം കാക്കയുടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ട്, കാക്ക ദൈവം കാക്കയെ കൊണ്ട് കൊടുത്തു വിടുന്ന ആഹാരം കഴിച്ച് ഒരു തോട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഏലിയാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇസ്രായേലിലെ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി ചെന്നിട്ട് പറയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ രാജ്യത്ത് മഴ പെയ്യത്തില്ലെന്ന്. ഏലിയാവിന് സത്യത്തിൽ സിംഹാസനവും കുതിരവണ്ടിയും ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് പറയുമ്പോൾ ശരിക്കും രാജ്യം ഭരിക്കുന്നത് ആഹാബാണെങ്കിലും അതോറിറ്റി ഏലിയാവിൻ്റെ മേലാണ്. അദ്ദേഹം എനിക്കിത് പറഞ്ഞു തരികയാണ്, മോനെ ആത്മാവുള്ളവർക്കൊരു അതോറിറ്റി ഉണ്ടെന്ന്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. യേശുവും ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടകിനകത്തോട്ട് കാറ്റും തിരമാലയും അടിച്ചപ്പം അന്ത്രയോസിൻ്റെ മുണ്ടോ വല്ലതും വലിച്ചൂരി ഇങ്ങനെ വലിച്ചു പിടിരാ, കാറ്റ് കയറാതെ വലിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് പടകിനകത്ത് കാറ്റ് കയറാതിരിക്കാൻ ആരുടെയെങ്കിലും മുണ്ട് വലിച്ചു പിടിക്കുകയോ കടലിൽ ചാടി തിരമാല തടഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തില്ല.
യേശു ഉണർന്നിട്ട് കാറ്റിനോട് പറയാം, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകൂ. യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ കാറ്റും കടലും കൂടെ ശാന്തമായി. എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവുള്ളവരുടെ വാക്കിനൊരു അധികാരമുണ്ട്, വാക്കിനൊരു അധികാരമുണ്ട്. യോശുവ സൂര്യനോട് പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി പോയി. യേശു വാക്കുകൾ കൊണ്ട് വ്യാധികളെ പുറത്താക്കി, വ്യാധികളെ സൗഖ്യപ്പെടുത്തി, ഭൂതങ്ങളെ പുറത്താക്കി. ഇത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ഇങ്ങനൊരു അധികാരമുണ്ടെന്ന് ഈ ദേവദാസൻ പറഞ്ഞതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. ദൈവനോട് പറഞ്ഞു, മോനെ, നീ സ്നാനപ്പെട്ടതാണെങ്കിൽ നീ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മോനെ, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലെന്ന് പറഞ്ഞാൽ പുത്രി പുത്രന്മാർ, യൗവനക്കാർ, വൃദ്ധന്മാർ, ദാസി ദാസന്മാർ, സകലരുടെ മേലും ആത്മാവിനെ പകരും. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴയ തുരുത്തി പുതിയ വീഞ്ഞ് പകരത്തില്ല എന്ന് പറഞ്ഞു. നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. സത്യത്തിൽ ഇത് കേട്ടോണ്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വീടിനകത്ത് അന്നൊരു പഴയ കീറ്റപ്പായുണ്ട്, പഴയ ഒരു പുൽപ്പായുണ്ട്. ആ പുൽപ്പ എടുത്ത് 2002 ആ പുൽപ്പ എടുത്തിട്ടിട്ട് സാഹിത്യ ഭാഷകളൊന്നും ഉപയോഗിക്കാതെ ഞാൻ തുറന്നങ്ങ് പറയാം കേട്ടോ, കാരണം ഇതിനകത്ത് വളച്ചുകെട്ടൊന്നുമില്ല. ഒരു തുറന്ന പുസ്തകം പോലെ 23 വർഷമായി ഞാൻ അനേക രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചു. ഇപ്പോഴും ദുബൈയിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ പ്രസംഗിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഞാനിപ്പം ബാംഗ്ലൂരിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ AG ചർച്ചിലൊക്കെ പോയി പ്രസംഗിച്ചു. എവിടെ പോയാലും അന്ന് മുതൽ ഇന്ന് വരെ പല മീഡിയയിലും ഞാൻ ഈ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ അറിവിന് വേണ്ടി പറയാറുണ്ട്. അന്ന് മുതൽ പറയുന്നത് ഇന്ന് വരെ മാറ്റി പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഒരു തുറന്ന പുസ്തകം പോലെ ഇവിടെ അനേകരിത് ശരിയാണോ എന്ന് അറിയാൻ തന്നെ വന്ന് എൻ്റെ കൂടെ താമസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. അന്ന് എനിക്കൊരു കീറ്റപ്പായിട്ടൊരു പന്ന കിഴിഞ്ഞ പായ്ക്കകത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് വന്ന് അമ്മ അപ്പുറത്തെ മുറിക്കകത്ത് ശ്വാസം കിട്ടാതെ കിടക്കുന്നു. ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി കൈകളൊക്കെ മലർത്തി പിടിച്ച് അറിയാവുന്ന രീതിയിൽ സാഹിത്യ ഭാഷ ഒന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. യേശുപ്പച്ച പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് ദേവദാസൻ പറഞ്ഞ പോലെ കർത്താവേ ഒരു അധികാരം, അതായത് ഇത്രയേ സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കുടിച്ചു മരിച്ചു. ഞാൻ വിദ്യാഭ്യാസത്തിലും തകർന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഓർത്ത് ബാംഗ്ലൂരിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും രക്ഷപ്പെടാൻ കഴിയാതെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് അതും പൊട്ടിപ്പോയി. എന്നാൽ തലയും വലിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയേക്കാമെന്ന് വെച്ച് പോകാൻ തുടങ്ങിയപ്പോഴും അങ്ങയുടെ ദാസൻ്റെ അടുക്കെ കടന്നു നിന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, സാത്താനാ ഇതെല്ലാം ചെയ്തതെന്ന്. ആ സാത്താനെ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ നിൻ്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും, നിൻ്റെ ഭവനത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും. സാത്താനായി ഈ പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പനും അമ്മയും ഒന്നുമല്ല, സാത്താനാണ് ഏദൻ തോട്ടത്തിൽ കയറി പ്രവർത്തിച്ച ആ സാത്താനാണെന്ന് നിൻ്റെ ദാസനിലൂടെ ഇന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അതുകൊണ്ട് സാത്താനെ പുറത്താക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷേ യോഹന്നാൻ പറയുന്നല്ലോ, ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനാണ് നിങ്ങളീ വരുന്നേ, പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവനെക്കാട്ടിലൊക്കെ വലിയവനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നാൽ സാത്താനെ പുറത്താക്കാനുള്ളൊരു അധികാരം എനിക്ക് ലഭിക്കുമെന്ന് നിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ പറയാവൂ, നിനക്ക് കിട്ടത്തില്ല. കാരണം നീ കുട വെക്കുന്നിടത്ത് വടി വെക്കുന്നവനല്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാരിൽ നിന്ന് കാശും മേടിച്ച് തിരിച്ചു കൊടുക്കാതെ, ഫോൺ വിളിച്ചാൽ എടുക്കാത്ത, കള്ളനായിട്ട് മനുഷ്യനെ പറ്റിച്ച് നടക്കുന്ന നിനക്ക് എവിടെ നിന്നാണ് പരിശുദ്ധാത്മാവ് കിട്ടുന്ന എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത കയറി വന്നു. പക്ഷേ മറ്റൊരു ചിന്തയും കൂടെ എൻ്റെ ഹൃദയത്തിന് ഇങ്ങനെ പ്രബലപ്പെട്ടു വന്നു. നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ക്രൂശിലെ രക്തം കൊണ്ട് അതിനെ കഴുകാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവേ, എന്നെപ്പോലുള്ളൊരു പാപിക്ക് വേണ്ടിയാണല്ലോ യേശു മരിച്ചത്. വാസ്തവമായിട്ടും എന്നെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി അങ്ങയുടെ പവിത്രവും പാവനവുമായ ആത്മാവിനെ പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ അങ്ങനെ അവിടുത്തെ രക്തം കൊണ്ട് കഴുകി അവിടുത്തെ ആത്മാവിനെ, ഇവരൊക്കെ പറയുന്ന പോലെ ഈ പരിശുദ്ധാത്മാവൊക്കെ വരുമെങ്കിൽ ദൈവാത്മാവ് എൻ്റെ മേൽ വന്ന് എൻ്റെ മേലൊരു അധികാരം വെളിപ്പെട്ട് ഈ ഭവനത്തിലുള്ള പൈശാചിക ശക്തികളെയൊക്കെ പുറത്താക്കിയിട്ട് എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ ഒരു അവസരം തരുവാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ഇത് വരുവാണെങ്കിൽ, മരണം വരെ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ദൈവത്തോട് എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, ആരും എൻ്റെ തലയെ കൈവെക്കാതെ തീ പോലൊരു അഭിഷേകം അന്യഭാഷ അടയാളത്തോടെ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അന്യഭാഷയ്ക്കെതിരെയും പരിശുദ്ധാത്മാവിനെതിരെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഞാൻ അവിടെയൊക്കെ ആൾക്കാരോട് പറയും, അനുഭവത്തിലില്ലാത്തത് പറയരുത്. അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി. യാക്കോബായ കനാനെ പള്ളി കുർബാന ചൊല്ലിക്കൊണ്ട് നടന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവിൽ പുതിയൊരു ഭാഷ വന്നു. ഈ നിമിഷം വരെ ആ ഭാഷ എൻ്റെ നാവിലുണ്ട്. ഞാൻ അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ബൈബിള് സത്യമാണ്. പരിശുദ്ധാത്മാവ് യൗവനക്കാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേലൊക്കെ വരുമ്പോൾ അവർ പ്രവചിക്കുകയും ദർശനങ്ങളെ കാണുകയും ചെയ്യും. വാസ്തവമായിട്ട് ദൈവസാന്നിധ്യം നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, പകല് പോലെ ഞാൻ ദർശനം കാണാൻ തുടങ്ങി. ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ഹോള് പണിതിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ പുറവശത്തായിട്ട് ആ ഹോളുണ്ട്. ഈ മീഡിയയുടെ ദൈവദാസൻ അത് കാണുന്നുണ്ട്. ആ ഹോള് ഇവിടെ ഞാൻ കാണുന്നത് ഇവിടെ ഹോള് പണിതിരിക്കുന്നു.
എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായ വാഹനങ്ങളൊക്കെ എൻ്റെ ഷെഡിനകത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എന്നോട് ചോദിക്കുക, മോനെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലേ, നീ വീട് വിട്ടു പോവല്ലേ, നീ പോണ്ട, നിന്നെ ഞാൻ അനേക നാടുകളിൽ അയക്കാൻ പോവാം, അനേക രാജ്യങ്ങൾ. ഞാൻ പൊങ്ങച്ചത്തിന് പറയല്ല, എനിക്കൊന്ന് ഇപ്പം ഞാനൊരു 5ാമത്തെ തവണയാണ് UAE മാത്രം പോയി ശുശ്രൂഷിച്ചിട്ട് വന്നത്. പ്രീ ഡിഗ്രി പോലും ജയിച്ചവനല്ല ഞാൻ ഈ ബൈബിൾ കോളേജിലൊന്നും വലുതായിട്ട് പഠിക്കുമോയെന്ന് ചില. പിന്നെ അത്യാവശ്യം BTH ഞാനും ഭാര്യയും വൈഫും കൂടെ ഡ്യൂലോസ് ബൈബിൾ സെമിനാരിൽ നിന്ന് BTH പിന്നത്തേതിൽ കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് ദൈവിക ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആവശ്യമാണെന്ന് മറ്റുള്ളവരൊക്കെ പറയുകയൊക്കെ ചെയ്ത് എനിക്കും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു BTH ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കരസ്ഥമാക്കിയെന്നല്ലാതെ കഴിഞ്ഞ 23 വർഷമായിട്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയോ ബൈബിൾ ഏതെങ്കിലും സെമിനാരി പഠനത്തിലോ അല്ല. ദൈവവചനം പറയുന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടത് ഒന്നാമത് ഉയരത്തിൽ നിന്നുള്ള അഭിഷേകമാണ്. യേശുവിനെ അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലും വന്നു. ഞാൻ അന്നൊരു സംഭവമുണ്ട്, ഞാനിങ്ങനെ പുറത്തറിയപ്പെടാനും മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കാനും ഇടയായത്, എന്നോട് അന്ന് കർത്താവ് പറഞ്ഞു, മോനെ നിന്നെ ആൾക്കാർ പ്രാന്തനെന്ന് വിളിക്കാൻ പോവാ, പക്ഷെ നിനക്ക് പ്രാന്താന്ന് പറയുന്നവരൊക്കെ നിൻ്റെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരെയൊക്കെ നീ സഹിഷ്ണുതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ പ്ലെയിനുകളിൽ യാത്ര ചെയ്യുന്നു, ഞാൻ കാറുകളിൽ യാത്ര ചെയ്യുന്നു, നല്ല മനോഹരമായ കാറുകളിൽ യാത്ര ചെയ്യുകയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ കൂടി, ഇപ്പോഴും ഞാൻ കർണാടകയിൽ വണ്ടി ഓടിച്ചു പോയി പ്രസംഗിച്ചിട്ട് വന്നേ ഉള്ളൂ, മിനിഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. അപ്പം എന്നെ കാണിക്കുന്നത്, ഞാനിങ്ങനെ നഷ്ടപ്പെട്ടു പോയ വാഹനങ്ങൾക്ക് പകരം മനോഹരമായ വാഹനങ്ങളും നല്ല ഭവനവും എല്ലാം ദൈവം ഒരുക്കി ഒരു മുന്നോട്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുക. അപ്പം ഞാൻ ഈ കണ്ട കാഴ്ചയെല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ ഈ വീടിൻ്റെ വെളിയിൽ മുറ്റത്ത്, ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, സാത്താനാണ് ഈ ഭവനത്തെ തകർത്തത്, സാത്താനെ എൻ്റെ വീടിനകത്ത് നിനക്ക് അധികാരമില്ല, സാത്താനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എൻ്റെ ഭവനം വിട്ടു പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഉറക്ക ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ വീടിനടുത്തുള്ള 15ഓളം ആളുകളെന്ന് ഓടിക്കൂടി, എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഓടിക്കൂടി. അപ്പം എന്നോട് എന്നാ ചോദിച്ചു, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയല്ല, പരിശുദ്ധാത്മാവ് എൻ്റെ മേ വന്നു. ഞാൻ പറഞ്ഞു, സാത്താനാണ് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഭവനത്തെ തകർത്തുകൊണ്ടിരുന്നത്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു സാത്താനാണ്. അപ്പം അടുത്ത് നിന്ന് ഒരാൾ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇപ്പം ഇവനെ ആശുപത്രി കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. മാനസിക രോഗത്തിൻ്റെ ആരംഭം. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ പോവാം, പരിശുദ്ധാത്മാവ് ശരിക്കും ഉണ്ട്, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, ദൈവാത്മാവ് എൻ്റെ മേ വന്നു, എൻ്റെ നാവിൽ പുതിയൊരു ഭാഷ ലഭിച്ചിരിക്കുന്നു, ഞാൻ ചില കാഴ്ചകളൊക്കെ കാണുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പോവാ എന്ന് നിങ്ങൾക്ക് ഇന്ന് മീഡിയയിലൊക്കെ എടുത്ത് കാണാൻ പറ്റും. എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഫേസ്ബുക്കിൽ സുനി ഐക്കാടെന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളുടെ അന്ന് ഞാൻ ഇവിടെ കൂടി വന്ന ആളുകളോട് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കടന്നു വരാൻ പോവാ, എന്നെ വിടുവിച്ച യേശു അനേകരെ വിടുവിക്കാൻ പോവാ, എന്നെ അനേക ദേശങ്ങളിലും രാജ്യങ്ങളിലും ദൈവം അയക്കാൻ പോവാ, ഞാൻ പ്ലെയിനിലൊക്കെ പോയി പ്രസംഗിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനോട് ഒരാൾ പറഞ്ഞു, ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, ഇപ്പം ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കൂടിക്കഴിയുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ മാത്രം എന്നോട് വന്ന് ചോദിച്ചു, മോനെ ശരിക്കും നിനക്ക് എന്നാന്ന് ചോദിച്ചു. എന്നോട് പറയടാന്ന് പറഞ്ഞു. എന്തുവാ നീ എന്നോട് പറ, നിനക്ക് എന്നാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും സംഭവിച്ചല്ല, പരിശുദ്ധാത്മാവ് എൻ്റെ മേ വന്നെന്ന് പറഞ്ഞു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവസന്നിധിയിലായി പറയുന്നത്, അനന്യാസിനെ സഫീറിനെ ന്യായം വിധിച്ച, ഫോഷ്ക്ക് പറഞ്ഞാൽ സ്പോട്ടിൽ ന്യായം വിധിച്ച, അനന്യാസിൻ്റെയും സഫീറിനെയും ന്യായം വിധിച്ച കർത്താവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുക, എൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞു, മോനെ നിൻ്റെ അമ്മയ്ക്ക് രോഗമല്ല, നിൻ്റെ അമ്മയുടെ ദേഹത്തോട്ട് കൈ വെച്ചിട്ട് അമ്മയിട്ട് കഷ്ടപ്പെടുത്തുന്ന സാത്താനെ അമ്മയെ വിട്ടു പോകുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അമ്മയുടെ ദേഹത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ എൻ്റെ അമ്മയിട്ട് കഷ്ടപ്പെടുത്താതെ, നിനക്കെന്നെ എൻ്റെ അമ്മയുടെ മേ കാര്യമെന്ന് ചോദിക്കുകയും അമ്മ ഇങ്ങനെ ഞെട്ടിയിട്ട് പറയടാ എൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എന്തോ പോയടാന്ന് പറഞ്ഞു. അന്നേരം ശ്വാസം മുട്ടൽ മാറി. ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവം ഇത്. അന്നേരം ശ്വാസം മുട്ടൽ മാറി. അമ്മ പറയും, എൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എന്തോ പോയടാന്ന് പറഞ്ഞു. 15ഓളം ആളുകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അമ്മയെ അവരോട് സാക്ഷ്യപ്പെടുത്തി, എൻ്റെ കുഞ്ഞിൻ്റെ മേ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈ ഭാഗത്തുനിന്ന് എന്തോ പോയെന്ന്. അമ്മയുടെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ട് അടുത്ത ദിവസം മുതൽ എൻ്റെ വീട്ടിൽ ആൾക്കാർ കയറി വന്നിട്ട് പറഞ്ഞു, സഹോദര ഞങ്ങൾക്ക് വേണ്ടിയോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്നതൊരു ധ്യാന കേന്ദ്രമായി. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നമ്മുടെ പട്ടിമറ്റം യാക്കോപ്പള്ളിയിലെ ഡോക്ടർ ഏലിയാസ് എന്ന് പറയുന്ന അച്ഛന് കുപ്പായമൊക്കെ ഇട്ട് ഇവിടെ തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ കയറി വന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിൽ കയറി വന്ന് എന്നോട് ഞാൻ നോക്കിയപ്പോൾ ഒരു അച്ഛൻ കയറി വരും. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ ഇവിടെ?
അപ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യം അച്ഛൻ പറയാം, മോനെ നിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ഞങ്ങൾക്ക് പള്ളിയുടെ ഉത്തരവാദിത്വമുണ്ട്, കൗൺസിലിംഗ് സെൻ്ററുണ്ട്, ഞാൻ കൂട്ടായ്മകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നീ പ്രാപിച്ച അഭിഷേകം അത് ഞങ്ങൾക്കും പ്രാപിക്കണം. നിന്നോടൊന്ന് സംസാരിക്കാനും നിൻ്റെ കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനും. എൻ്റെ 3 ദിവസത്തെ ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുത്തു. കൃപയാൽ അച്ഛൻ പുതുഭാഷകൾ സംസാരിക്കുകയും ദർശനങ്ങൾ കാണുകയും ചെയ്തു. എന്നോട് അനുഭവം പങ്കുവച്ചിട്ടാണ് അദ്ദേഹം പോയത്. കന്യാസ്ത്രീകൾ, TPMകാർ, ബ്രദറുകാർ, പെൻ്റക്കോസുകാർ, ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് സത്യമാണ്. കർത്താവ് ഉവെന്ന് പറഞ്ഞ ഉവെന്ന് തന്നെയാണ്. എൻ്റെ അമ്മയ്ക്കുണ്ടായ സൗഖ്യമാണ് അന്നു മുതൽ ആളുകൾ വരാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞു, മോനെ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ എൻ്റെ വീടിൻ്റെ തിണ്ണയ്ക്കൊരു പായിട്ടതാണ്. ഞാനും അമ്മയും കൂടെ ഞാനും കൂടെ പായിട്ട് പ്രാർത്ഥന തുടങ്ങിയപ്പം ഒരു ബുധനാഴ്ചയാണ് പ്രാർത്ഥന ക്രമീകരിച്ചത്. അപ്പം മേശയും കസാരയൊക്കെ എടുത്ത് ഈ വെളിയിലോട്ടിട്ട്, അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടാ നമുക്ക് 2 പേർക്കും ഇരിക്കാൻ എന്തിനാണ് മേശയും കസാരയൊക്കെ എടുത്ത് വെളിയിലിടുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയെ നോഹയുടെ പെട്ടകം ആരെയും കണ്ടുകൊണ്ടല്ല പണിതത്, വിശ്വാസത്താ പണിതു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ദൈവം മൃഗങ്ങളെ വരെ രക്ഷയ്ക്കായിട്ട് അതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ, ആ ദൈവം ജീവനോടുണ്ടെങ്കിൽ, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ, ആ ദൈവം പറഞ്ഞു, നിന്നെപ്പോലെ 1000 ആളുകൾ തകർന്നു കിടക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ശുശ്രൂഷിക്കാനും ഞാൻ നിന്നെ ഉപയോഗിക്കും, അനേകരെ ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. അന്ന് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ ഇന്ന് അനേകരെ സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞിങ്ങനെ പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ഇനി ഞാനും കൂടെ വേദോത്സവം എടുത്ത് ഉപദേശിയാന്ന് പറഞ്ഞ് നടന്ന കള്ളപ്പാസ്റ്ററെ വല്ല പണിക്കും പോടാന്ന് നാട്ടുകാർ പറയത്തില്ല, ഞാൻ ഒരിടത്തും പോവുകയല്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ വിളിക്കുന്നിടത്ത് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസിനെ അറിയത്തില്ലായിരുന്നു, പക്ഷേ ദൂതനെ വിട്ട് പറഞ്ഞ പോലെ ഞാൻ നിന്നെ അനേക ഇടങ്ങളിൽ എൻ്റെ ദൂതന്മാരെ ഉപയോഗിച്ച് ഞാൻ നിന്നെ അയക്കാൻ പോവാന്ന്. കേരളത്തിൽ മാത്രമല്ല, പഞ്ചാബ് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങൾ, അടുത്ത ദിവസങ്ങളിൽ ഒറീസയിൽ കർത്താവ് അനുവദിച്ചാൽ ഹിന്ദി ചർച്ചുകളിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അടുത്ത മാസം കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് ബീഹാറിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആന്ധ്രയിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ കടന്നുപോയി ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. അതൊന്നും ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ കഴിവുകൊണ്ടല്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവൻ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാവും എന്ന് പറയുന്നത് സത്യമാണ്. കാരണം അന്ന് ഇവിടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് ആളുകൾ കയറി വന്നപ്പോൾ ഒരു പാ നിവർത്തിട്ടിട്ട് നമുക്ക് പായയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കൂടെ ബുധനാഴ്ച പ്രാർത്ഥന തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആളുകളായി. അവസാനം നാട്ടുകാർ ആവശ്യപ്പെട്ടു വൈകിട്ട് യോഗം നടത്തണമെന്ന്. അങ്ങനെ വീടിൻ്റെ വെളിയിലായിട്ട് ഒരു പന്തലിട്ട് യോഗം നടത്തിക്കൊണ്ട് ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് പവർവിഷൻ TVക്കാർ ഈ സാക്ഷ്യം കേട്ട്, പവർവിഷനിലെ ഐ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടൊരു TV ചാനലിൽ ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. അങ്ങനെ പുറം ലോകത്ത് ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളൊക്കെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുകയും, അതുപോലെ കത്തോലിക്ക സമുദായത്തിലുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് 2003 മുതൽ ഇങ്ങനെ നിരന്തരമായിട്ട് യാത്രകൾ ചെയ്യാനും ശുശ്രൂഷയ്ക്ക് പോകാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു 10-20 പേരെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് ഈ അനുഭവം കുഞ്ഞോൻ ഭാഷ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാനിങ്ങനെ പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുത്ത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവന് ശക്തി ലഭിച്ചിട്ട് അവനൊരു അതോറിറ്റി ഉണ്ടാകും, അവന് സാത്താൻ്റെ മേൽ അധികാരം ഉണ്ടാകും, വ്യാധികളെ പൊറിപ്പിക്കാനും ദൈവരാജ്യം പ്രസംഗിക്കാനും ഒക്കെയുള്ള അധികാരം സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒരു അധികാരം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനൊരു 20 പേരെ വെച്ച് എല്ലാ മാസവും ഒരു ചെറിയ സെമിനാർ നടത്താൻ തുടങ്ങി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, മോനെ ഒരു 20 പേർക്ക് വേണ്ടി നീ 3 ദിവസം മെനക്കെടുമ്പോൾ അതൊരു 100 പേർക്ക് വേണ്ടി നടത്തിയാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് സാഹചര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ദൈവാത്മാവ് എന്നെ കാണിച്ചിട്ട് ഞങ്ങൾക്കൊരു പാർവടയുണ്ടായിരുന്നു. ആ ഭാഗത്ത് പാർവടയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് വേസ്റ്റ് ഭൂമിയായിട്ടുണ്ടായിരുന്നു. എന്നെ ഒരു വെളിപ്പാട് ദൈവം കാണിച്ചു. ഒരു JCB അതിൽ കയറി വന്ന് അവിടെ നിരപ്പാക്കുന്നതായിട്ട്. അങ്ങനെ ദൈവം കാണിച്ച അനുസരിച്ച് ഞാൻ അവിടെ ഒരു സ്ഥലം നിരപ്പാക്കി. അന്ന് ഹോള് പണിയാനോ അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ, ഞാൻ അന്നു മുതലൊരു പ്രത്യേക കാര്യം ഫോളോ ചെയ്യുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരോടും ഒന്നും ചോദിച്ചു വാങ്ങിക്കുവോ, മീഡിയയിലൂടെയോ മറ്റൊരു മാധ്യമങ്ങളിലൂടെയോ നമ്മുടെ അക്കൗണ്ട് നമ്പരോ അല്ലെങ്കിൽ ഈ വേലയെ സഹായിക്കണമെന്ന് പറഞ്ഞ്, സുവിശേഷ വേലയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആരുടെ മുമ്പിൽ ഇതുവരെയും ഒരു അഭ്യർത്ഥന നടത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അന്നു മുതൽ ഇന്ന് വരെയും വെല്ലുവിളിയോടുകൂടി പറയുന്ന ഒരു കാര്യം,
ഇസ്രായേൽ മക്കളുടെ ദൈവമാണ് നമ്മുടെയും ദൈവം. ഇസ്രായേലിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതായത് തട്ടുകടയോ ജൗളിക്കടയോ താലൂക്ക് ആശുപത്രിയോ അംഗൻവാടിയോ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡോ ഹോട്ടലോ ഇന്നിപ്പം നമുക്ക് റാന്നിയിൽ നിന്ന് തിരുവല്ല വരെ പോകണമെങ്കിൽ കുഴിമന്തിയും വീട്ടിലൂണും തട്ടുകടയും ഇഷ്ടംപോലെ സംവിധാനമാണ്. എന്നാൽ ഒരു തട്ടുകടയോ ഒരു ഹോട്ടലോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 6 ലക്ഷം കുടുംബങ്ങളെയും കൊണ്ട് മോശ അഹരോനും കൂടെ 22 ലക്ഷം ജനത്തെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയ ആ സമയത്ത് അവർക്ക് രാവിലെ മന്നയും അവർക്കുള്ള ഇറച്ചിയും കൊടുത്ത ദൈവത്തിന് ഇവിടെ വരുന്ന 100-100 പേർക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്തവനാണെങ്കിൽ ആ ദൈവത്തെ സേവിക്കേണ്ട കാര്യമില്ലെന്ന് ഇന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അന്ന് ദൈവാത്മാവിനോട് ഇടപെട്ട് മാരാമണ്ണ് കൺവെൻഷൻ കഴിയുമ്പോൾ അവിടെ ചെന്ന അച്ഛന്മാരോട് അവിടെ ഓല കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുന്ന ഓല കൊണ്ടുവന്ന് ഒരു ഷെഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ്, ഈ ആധുനിക കാലത്ത് ഇത്രയും വലിയ 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 AC ഹോളുകളും ഒക്കെ പണിത് നല്ല രീതിയിൽ ഭയങ്കര സെറ്റപ്പായിട്ട് ചർച്ചുകളൊക്കെ പണിത് എന്നിട്ട് പോലും ഇവിടെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഓലപ്പരയൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ ആരും വന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പഴഞ്ചൊല്ല് കയറി വന്നു. ദൈവാത്മാവ് പറഞ്ഞതെന്ന് ഞാൻ പറയത്തില്ല, 10 നെല്ലുണ്ടെങ്കിൽ എലി കൊല്ലത്തൂന്നും വരുമെന്നൊരു ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ഞാനും വൈഫും കൂടെ നേരെ മാരാമണ്ണ് നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛന്മാരോട് ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഓല തരണമെന്ന് പറഞ്ഞു. ഇവിടെ കത്തിച്ച് കളയുന്ന ഓല എനിക്ക് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഒരു മടലിന് 2 രൂപ വെച്ച് തരണമെന്ന്. അപ്പം ഞാനത് അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനം നടത്താനാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, സൗജന്യമായിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വാൻ വിളിച്ച് കുറേ ഓല കൊണ്ടുവന്ന് ഞാനും വൈഫും എൻ്റെ വൈഫിൻ്റെ ഫാദർ ഒരു പാസ്റ്ററാണ്, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ചെറിയ ഓലപ്പര ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു വേണ്ടി എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ പറഞ്ഞു, കർത്താവേ, ജീവരക്ഷയ്ക്കായിട്ട് മൃഗങ്ങളെ ഈരണ്ടായിട്ടും 7 നോഹയുടെ പെട്ടകത്തിനകത്ത് നോഹ ട്രാക്റ്റ് കൊടുത്തിട്ടല്ല, നോഹ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചിട്ടല്ല, നോഹ വാട്സപ്പിൽ ഇട്ടിട്ടല്ല, ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് അനേകം മൃഗങ്ങളെ ഈരണ്ടായിട്ടും 7 ഒക്കെ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും എല്ലാം വന്ന് നോഹയുടെ പെട്ടകത്തിൽ കയറി സത്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടവർ, സ്നാനപ്പെടേണ്ടവർ, നിത്യരക്ഷയ്ക്കായിട്ട് ദൈവം കണ്ടിട്ടുള്ളവരെ കർത്താവായിട്ട് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ അവരെ ഞാൻ ശുശ്രൂഷിക്കും. ഞാൻ ആരെയും വിളിക്കുവോ ഒരു മനുഷ്യനോടും പോയി പറയുകയോ ചെയ്യത്തില്ല. ഞാനും എൻ്റെ വൈഫും കൂടെ കുഞ്ഞുങ്ങളുമായിട്ട് ഓലപ്പരയ്ക്കകത്തൊരു പ്രാർത്ഥന ആരംഭിച്ചു. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഡേറ്റ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദർശനം കണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആളുകൾ. അതൊരു ദർശനമായിരുന്നു. പക്ഷേ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാസർഗോഡ് മുതൽ, ഇത് അതിശയോക്തിയല്ല കേട്ടോ, കന്യാകുമാരി വരെയുള്ള ആളുകൾ, പല ദേശങ്ങളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആൾക്കാർ കടന്നു വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് വന്ന ഒരാളോട് ചോദിച്ചു, ഇവിടെ ഐക്കാട്ട് പ്രയർ ഗാർഡിന് മീറ്റിംഗ് വരാൻ കാരണം എന്നാന്ന് ചോദിച്ചു. എനിക്കറിയാൻ വേണ്ടി, കാരണം ഒരു പരിചയമില്ല. അദ്ദേഹം പറയാ, രാത്രി സ്വപ്നത്തിൽ ഒരാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐക്കാട്ട് പ്രയർ ഗാർഡനിലേക്ക് പോകാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും 48 വയസ്സുള്ള ആളാണ്. നട്ടാ കളിക്കാത്ത ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞ് ഒരു പ്രസിദ്ധി എനിക്ക് നേടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അനന്യാസിനെ സബീറെ ന്യായം വിധിച്ച കർത്താവിനെ സാക്ഷി നിർത്തിയാണ് ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. നിങ്ങളെ ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി ഇല്ലെങ്കിലും, ഫിലിപ്പോസിനെയും നമ്മുടെ എത്യോപ്യ രാജ്യത്തെ ഷണ്ണൻ മന്ത്രിയെ പരിചയപ്പെടുത്തിയ, കൊർന്നല്യോസിൻ്റെ വീട് പത്രോസിന് പറഞ്ഞു കൊടുത്ത, യൂദായുടെ വീട്ടിൽ അനന്യാസിനെ, നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് പൗലോസിനെ അനന്യാസിനെയും കണക്ട് ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ കൂട്ടായ്മ ഇന്ന് വരെ 23 വർഷമായിട്ട് നടക്കുന്നത്. ഞങ്ങൾ ഈ ഓലപ്പരയൊക്കെ ഉണ്ടാക്കി, ഓലപ്പര നിറഞ്ഞു കവിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആൾക്കാർ വരാൻ തുടങ്ങി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വരുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവന് ശക്തി ലഭിക്കും, അവന് ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാവും, അവന് വ്യാധികളെ പൊറുപ്പിക്കാൻ കഴിയും. അങ്ങനെ 100 കണക്കിന് ആളുകൾ കടന്നു വന്ന് അവർ അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങി. എന്നോട് കർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ പാറമടയ്ക്കകത്ത് ഒരു സ്നാനക്കുളം ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അനേകർ വന്ന് സ്നാനപ്പെടാൻ പോകാമെന്ന്. കഴിഞ്ഞ ക്യാമ്പിനും ദൈവത്തിൻ്റെ കൃപയാൽ പലരും സ്നാനപ്പെടാനിടയിൽ. എല്ലാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനെല്ലാം പബ്ലിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇതൊരു പ്രത്യേക സ്ഥലത്ത് രഹസ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല.
കാരണം കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 23 വർഷമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശരിക്കും ജീവിതത്തിൽ അനുഭവിക്കാനും അത് നിമിത്തം കഴിഞ്ഞ 23 വർഷമായിട്ട് മറ്റു ജോലികൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ പൂർണ്ണമായിട്ട് ഈ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ഈ ശുശ്രൂഷയിൽ ഇന്ന് വരെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്റർ, ഈ ഇവിടെ എല്ലാ മാസം 3 ദിവസം മീറ്റിംഗ് ഉണ്ടല്ലോ, അത് പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണോ അതോ വിശ്വാസികൾക്കും ഉണ്ടോ? അല്ല, ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു പാസ്റ്റർ അല്ലായിരുന്നല്ലോ. ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് നടക്കുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടത്. അപ്പം ഇവിടെ ആരും പാസ്റ്റർമാരായിട്ട് ജനിക്കുന്നില്ല, പാസ്റ്റർമാരായിട്ട് ആരും സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. സാധാരണ വിശ്വാസികൾ തന്നെയാണ്, അല്ലെ സാധാരണ വ്യക്തികൾ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാ ആളുകൾക്കും പ്രവേശനം നൽകിയിരിക്കുക. കാരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എന്ന് പറയുമ്പോൾ അതിനകത്ത് പുത്രിപുത്രന്മാരുണ്ട്, യൗവനക്കാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, ദാസന്മാരുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായി ആത്മപകർച്ചയുടെ സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഈ ആത്മപകർച്ചയുടെ ഈ സെമിനാർ അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? അതിൻ്റെ പ്രാരംഭം എങ്ങനെയാണ്, വിടുതൽ ശുശ്രൂഷകൾ എങ്ങനെയാണ്, അപ്പോൾ ഒരു ദിവസത്തെ പ്രോഗ്രാം എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ്? അസത്ത് ഇത് 3 ദിവസം കൊണ്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ സെഷന് ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ അനുഭവങ്ങളാണ് 1-ാമത്തെ ദിവസം പങ്കുവെക്കുന്നത്. അത് കേട്ടിട്ട് ഈ അനുഭവത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു ആത്മീയ അഭിഷേകം, ആത്മശക്തി പ്രാപിക്കാൻ താല്പര്യമുള്ള, ഞാൻ എല്ലാ ക്യാമ്പിലും 1-ാമത്തെ സെഷനിൽ ചിലർ അറിഞ്ഞു കേട്ടും ചിലരുടെ അനുഭവങ്ങൾ കേട്ടും ചിലർ നേരിട്ട് പരിചയമില്ലാതെ ഒക്കെ പല മുഖാന്തരങ്ങളിലൂടെ കടന്നു വരും. അപ്പോൾ കടന്നു വരുന്നവരോട് ഞാൻ 1-ാമത്തെ സെഷനിൽ തന്നെ ഇന്നിപ്പോൾ എൻ്റെ ഈ മീഡിയയിൽ പറഞ്ഞ ഇതേ സാക്ഷ്യം കുറച്ചുകൂടെ വിശാലമായിട്ട് ഞാൻ ആളുകളോട് തുറന്നു പറയും. പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം, എനിക്ക് വന്ന ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ക്യാമ്പിൽ തുടരുന്നെങ്കിൽ നിങ്ങൾക്ക് തുടരാം, ഇല്ലെങ്കിൽ ഉച്ചയോടുകൂടി നിങ്ങൾക്ക് ഈ സെഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം എന്ന് തുറന്ന് പറഞ്ഞാണ് മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളും നടത്തുന്നത്. അപ്പം മിക്കവാറും ആളുകളെല്ലാം അത് കേട്ട് കഴിയുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിട്ട് പാസ്റ്റർക്കുണ്ടായൊരു അനുഭവം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് ഇവിടെ തുടരാറാണ് പതിവ്. പിന്നീട് ഉച്ച കഴിഞ്ഞൊരു 4 മണി തൊട്ട് 5:30 വരെ ഒരു സെഷനുണ്ട്. അതിനുശേഷം ഒരു ടീം. ആ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് അവരുടെ തല കൈവച്ച് പരിശുദ്ധാത്മാഭിഷേകം പകരുകയാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? ഒന്നാമത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. കാരണം വചനം കേട്ട 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരാനായിട്ട് ദൈവവചനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന്, യേശു പ്രാർത്ഥിക്കുമ്പോൾ, അതായത് സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. പിന്നെ 2 നമ്മൾ കാണുന്നത് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ന്യായപ്രമാണത്തിലെ പ്രവൃത്തികൾ ചെയ്തിട്ടാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ നിങ്ങളുടെ മേൽ ആത്മാവ് വന്നത്? അതായത് കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നെന്ന. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കും. അതായത് പഴയ നിയമത്തിൽ അതിനൊരു തെളിവുണ്ട്. ഈ ശൗലിന്റെ ചെവിയിൽ ആ വർത്തമാനം എത്തിയപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നെന്നാണ്. 3-ാമത് നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഈ പത്രോസും യോഹന്നാനും കൂടെ ശമര്യയിൽ ചെന്നിട്ട് അവിടെ സ്നാനപ്പെട്ടവരുടെ മേൽ കൈവച്ചു. അവർക്ക് ആത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അതുവരെയും അവരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അപ്പോസ്തലന്മാര് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചു. ഈ 3 മെത്തേഡും ഇവിടെ ഉണ്ട്. അതായത് ശക്തമായ വചന ശുശ്രൂഷയുടെ ഇടയിൽ ആളുകൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. കാരണം യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നൊരു വചനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യും. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിലൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ഒരു അപ്പനോട് മക്കൾ ചോദിക്കുന്ന പോലെ, കാരണം ദൈവത്തിൽ തന്നെ പറയുന്നുണ്ട്, മക്കള് അപ്പനോട് മീൻ ചോദിച്ചാൽ അവർക്ക് തേളിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ അവർക്ക് പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. അതുകൊണ്ട് ഞങ്ങൾ 3 വിധത്തിലാണ് ഈ ആത്മപകർച്ചയുടെ ശുശ്രൂഷകളിലൂടെ ക്യാമ്പിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ശക്തമായ ദൈവവചന ശുശ്രൂഷ. അതായത് വചനത്തിന്റെ കേൾവിയാണ് എന്നെ ഈ പരിശുദ്ധാത്മാവിലേക്കുള്ള ദാഹം ഉണ്ടാക്കിയത്. അതുകൊണ്ട് വചനം കൂടാതെ, യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ ഒന്നും ഉളകാകത്തില്ല. അതുകൊണ്ട് ഈ ഇതര സഭകളിലൊക്കെ നടക്കുന്ന പോലെ പ്രാപിക്കുമെന്നും പറഞ്ഞ് കൂടുതലും കൈവച്ച് പ്രാപിക്കുന്നുള്ള ഒരു അനുഭവത്തിലല്ല ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഇടയ്ക്ക് എന്നാൽ ചിലരുടെ മേൽ കൈവെക്കാറുണ്ട്. കാരണം അപ്പോസ്തലപ്രവൃത്തി 8-ന്റെ 14-ന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചു.
അതുപോലെ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം. അതുപോലെ മോശ കൈവച്ചതിനാൽ യോശുവ ജ്ഞാനാത്മപൂർണനായെന്ന് ഒരു വാക്യമുണ്ട്. അങ്ങനെ കൈവച്ചാൽ, ഞാൻ ഇതിവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ കൈവെക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവർക്ക് ആത്മാവ് ലഭിക്കുന്നു, അതിനൊരു അടിസ്ഥാനം കൂടെ ഉണ്ട്. അതായത് യേശുക്രിസ്തു പറയുക, ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ, എന്നിട്ട് പറയുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. എന്നിട്ട് പറയാം, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച്. അപ്പൊ ആത്മാവിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, കുടിക്കുക. അതാ പൗലോസ് പറഞ്ഞു, നമ്മളെല്ലാവരും പാനം ചെയ്തിരിക്കുന്നത് ഒറ്റ ആത്മാവിനെയാണെന്ന്. അപ്പോൾ ആത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് കുടിക്കാം, ഒരു നദി പോലെ നമ്മുടെ അകത്തേക്ക് വരും. എന്നാൽ വിശ്വസിക്കുന്നവരിലൂടെ ഇത് വ്യാപരിക്കും. അതായത് വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒരു നദി ഒഴുകുന്ന പോലെ ഇത് ഒഴുകും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ചെന്ന് അവരുടെ മേൽ കൈവച്ചു, അവർക്ക് ആത്മാവ് ലഭിക്കേണ്ടതിന്. അപ്പോൾ ഞങ്ങൾ ഈ 3 മെത്തേഡ് ഇവിടെ ശുശ്രൂഷയിൽ ഉപയോഗിക്കും. ഒന്ന്, ജനങ്ങളോട് ആവശ്യപ്പെടും, നിങ്ങൾ തന്നെ യാചിക്കൂ, ദൈവത്തിന്റെ ഈ ദാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കൂ. 2, ദൈവ വചന ശുശ്രൂഷ. 3, ഞങ്ങൾ വചനം കേട്ടവര് സമർപ്പിക്കുന്നവർക്ക് താല്പര്യമുള്ളവരുടെ മേൽ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കുമ്പളാമ്പൊയ്യയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന സുബിൻ എന്ന് പറയുന്ന ഒരാൾ മർത്തോമ സഭയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അവൻ്റെ അപ്പനും ജ്യേഷ്ഠനും ഭയങ്കര മദ്യപാനികളായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര അടിയും ബഹളമായിരുന്നു. അങ്ങനെ ഇവന് സമാധാനമില്ലായിട്ട് ഇവൻ മരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ മണ്ണാർക്കുളഞ്ഞി മൈലപ്പുറ റോഡിൽ ആ ഹൈവേയിൽ ഒരിക്കൽ കണ്ണടച്ച് ബൈക്കിൽ കൈവിട്ട് മരിക്കാൻ വേണ്ടി അവൻ മുന്നോട്ട് പോയി. പക്ഷെ കുറേ ദൂരം പോയിട്ടും വണ്ടി ഇടിക്കുന്നില്ല. ഇടിക്കാവുന്ന അവൻ്റെ മനസ്സിലൊരു ശബ്ദം ഉണ്ടായി, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ മർത്തോമാ സഭയിലെ തന്നെ ഒരു പാസ്റ്ററുടെ മകൻ ഇവിടെ വന്ന് താമസിച്ചു, 2.5 വർഷം താമസിച്ച്, പ്രിജിത്ത് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇവൻ യാദൃശ്യമായിട്ട് ഈ സുബിനെ പരിചയപ്പെട്ടു. ആ സുബിനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ റാന്നിയിലൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അന്ന് ഓലപ്പുരയാണ്, നീ അവിടെ പോകാൻ പറഞ്ഞു. അവനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ അവനിവിടെ വരുമ്പം ആ ബോർഡിൽ ഇങ്ങനെ കാണുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനും ഇല്ല ആത്മാവിനെ പകരും. അവൻ വന്ന് അവിടെ ഇരുന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ വ്യാപരിക്കുന്ന ആത്മാവ് എനിക്കൂടെ തരണേ കർത്താവേ. 1 ക്യാമ്പിൽ വന്ന് കിട്ടിയില്ല, 2 ക്യാമ്പിൽ വന്ന് കിട്ടിയില്ല, 3ാമത്തെ ക്യാമ്പിൽ അവൻ്റെ അനുഭവം ഇതാണ്. അവനെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് സത്യമാണെങ്കിൽ എനിക്കൂടെ തരണേന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഈ 3 ക്യാമ്പിൽ പങ്കെടുത്തിട്ട് എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുബിൻ ഇപ്പോൾ സാക്ഷ്യം പറയുമ്പം ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഞാൻ ജനങ്ങളുടെ ഇടയിൽ കൂടെ ചെന്ന് സുബിൻ്റെ മേൽ കൈവച്ച സമയത്ത് സുബിൻ താഴേക്ക് തെറിച്ചു വീണു. ആ സമയത്ത് തന്നെ അവൻ അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് നല്ലൊരു പ്രവാചകനാണ് സുബിൻ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇന്ന് മീഡിയയിലൊക്കെ കാണാനായിട്ട് കഴിയും, സുബിൻ എന്നാണ്. അപ്പം അങ്ങനെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ചിലരെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ പാസ്റ്റർ, ഇപ്പം ഇവിടുത്തെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ 3 ദിവസത്തെ മീറ്റിങ്ങിന് സംബന്ധിക്കുന്നവർക്ക് എന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്നോട് ദൈവം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ഇവിടെ ഒരു സ്വോത്രകാഴ്ച പാത്രം കയറ്റിയിട്ടില്ല സത്യത്തിൽ ഈ വീട്ടിൽ. അതായത് എൻ്റെ ഒരു ചിന്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേൽ മക്കളെ മരുഭൂമി കൂടെ നടത്തി ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വില. ഞാനൊരു ഉദാഹരണം ഈയിടെ പറഞ്ഞു, അതോടെ പറഞ്ഞാൽ ഇത് വ്യക്തമാകത്തുള്ളൂ. ഈ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ കേരളത്തിലോട്ടൊരു വ്യക്തിയെ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു സർവേക്ക് വേണ്ടി വിട്ടാൽ അദ്ദേഹം ഇവിടുത്തെ തൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വർക്കുകളൊക്കെ അവസാനിപ്പിച്ച് താൻ തിരിച്ച് ഡൽഹിക്ക് പോകുന്ന നേരത്ത് ആരും കാണാതെ എന്നോട് പറയാണ്, ട്രെയിനിൽ പോകുമ്പോൾ ചായ കുടിക്കാൻ ഒരു 100 രൂപ തരാമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് ഒരു വ്യക്തിയെ ഒരു സർവേക്ക് വേണ്ടി പ്രധാനമന്ത്രി നിയോഗിച്ചതാണെങ്കിൽ അവൻ്റെ ചിലവെല്ലാം പ്രധാനമന്ത്രി അല്ലെ ഗവൺമെൻറ് എടുക്കണ്ടേ എന്നുള്ളൊരു ഭയങ്കര ചിന്ത എന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു മീഡിയയിലും ഒരിടത്തും ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഞങ്ങളൊരു സ്വോത്രകാഴ്ച പാത്രം വയ്ക്കുകയോ ഒരാളോട് സംഭാവന ചോദിക്കുകയോ ഒരു വ്യക്തിയോട് ഫീസ് മേടിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്, മറ്റുള്ളവർ അവർക്ക് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് കേട്ട്. പക്ഷേ ഇന്ന് വരെയും ദൈവത്തിൻ്റെ കൃപയാൽ ബുദ്ധിമുട്ടുകളില്ലാതെ കടമൊന്നുമില്ലാതെ മുൻപോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഒന്ന് എത്തിച്ചേരാനായിട്ടുള്ള റൂട്ട് എന്ന് പറയാമോ, വഴി? ഇത് റാന്നി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. അതായത് തിരുവല്ലയിൽ നിന്ന് വരുന്ന ഒരാൾ, ഇപ്പോൾ ഒരാൾ പിന്നെ എറണാകുളത്തുനിന്നോ പാലക്കാട് നിന്നൊക്കെ വരുന്ന ആളുകൾ തിരുവല്ലയിൽ വന്നതിന് ശേഷം പിന്നീട് ട്രെയിന് വരുന്നവർ എവിടെ നിന്ന് വന്നാലും തിരുവല്ലയിൽ ഇറങ്ങി തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് റാന്നിക്ക് വരിക. റാന്നിക്ക് വരുമ്പം
ഈ നെല്ലിക്കമണ്ണ് വഴി പോകുന്ന ബസ്സൊന്ന് ചോദിച്ച് കയറിയാൽ ഇവിടെ പഠിക്കലിറങ്ങാം. ഇവിടെ ഒരു ഊട്ടുപാറ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 200 മീറ്ററേ ഉള്ളൂ ഈ വീട്ടിലോട്ട്. ഐക്കാട്ട് പ്രയർ ഗാർഡൻ, ഇവിടെ IPG എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ റാന്നി ബസ് സ്റ്റാൻഡിൽ നമ്മൾ വന്ന് ഇറങ്ങുന്നെങ്കിൽ റാന്നിയിൽ നിന്ന് മല്ലപ്പള്ളി, തിരുവല്ല, കോട്ടയം പോകുന്ന ബസ്സുകളുണ്ട്. അതിനകത്ത് നെല്ലിക്കമണ്ണ് വഴി പോകുന്ന ബസ്സിൽ കയറി ഊട്ടുപാറ സ്കൂളിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വണ്ടി വന്ന റൂട്ടിൽ തന്നെ ഒരു പുറമോട്ടൊരു 200 മീറ്റർ നടന്നു കഴിയുമ്പോൾ വലത്തെ സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അതിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഐക്കാട്ട് പ്രയർ ഗാർഡൻ എന്ന് പറഞ്ഞ് കൊടുത്ത ചർച്ചും ഒക്കെ കാണാനായിട്ട് കഴിയും. ഓക്കെ പാസ്റ്ററെ, പാസ്റ്ററോട് ഇത്ര സമയം സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ദൈവം പാസ്റ്ററെ ധാരാളം വിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.